ലോകവ്യാപകമായി പലയിടങ്ങളിലായി വെബുകളിൽ കൂടെ വ്യത്യസ്ത മീഡിയകളിലൂടെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ ഒരുമിച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ ടെന്റിനകത്ത് വന്നിരുന്ന് ദൈവ സാന്നിധ്യത്തിന് മറവിലിരിക്കുവാനുള്ള പദവി നമുക്ക് ലഭിച്ചു. അത് ലഭിക്കാത്ത കോടിക്കണക്കിന് ആളുകൾ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നമുക്കവരെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഇവിടെ മാത്രമല്ല, ദൈവജനം ആത്മാവിലും സത്യത്തിലും ദൈവിക വ്യവസ്ഥയിൽ ദൈവത്തെ യഥാർത്ഥത്തിൽ ആരാധിക്കാൻ ഒരുമിച്ച് കൂടുന്ന എല്ലാ ഇടങ്ങളിലും ഒരു ദൈവശക്തിയുടെ വ്യാപാരം ഇന്നുണ്ടാകേണ്ടതിന് നമ്മൾ കഴിയുന്നിടത്തോളം ആത്മാർത്ഥതയോടെ നമുക്ക് ഈ ഭൂമിയിലുള്ള വിശുദ്ധന്മാരെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങൾ അങ്ങയുടെ ബലമുള്ള പാദത്തിലേക്ക് അടുത്തു വരുന്നു. 5 വൻകരകളിലായി ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ അങ്ങയുടെ തിരുമുമ്പിൽ വന്നിരിക്കുവാൻ യേശുവേ ഞങ്ങൾക്ക് തന്ന മഹാകരുണയ്ക്കായി നന്ദി. ഒരു വലിയ ദൈവകൃപ ഞങ്ങളുടെ മേൽ ഇരിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഇന്ന് പകൽക്കാലം എൻ്റെ യേശുവിൻ്റെ ബലത്തിൻ്റെ മഹാസാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ കാണണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ജനത്തിൻ്റെ നടുവിലേക്ക് അങ്ങ് ഇറങ്ങി അധിവസിക്കുമാറാകണമേ. അങ്ങയുടെ ബലത്തിൻ്റെ പെട്ടകവുമായി ഞങ്ങളുടെ കൂടാരത്തിലേക്ക് ഇറങ്ങി വരണമേ. അങ്ങയുടെ വാസസ്ഥലത്തോട് അടുക്കുവാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളെ ഒരു പടി കൂടെ അടുപ്പിക്കുന്നതിനായി നന്ദി. ഇന്ന് പകൽ അങ്ങയുടെ മഹാകരവും കരുണയും അടിയങ്ങളോടുകൂടി ഇരിക്കണം. വിവിധ മീഡിയകളിലൂടെ ഞങ്ങളോട് ഒരുമിച്ച് ആരാധിക്കുന്ന ഞങ്ങളുടെ ജനത്തെ ഇന്ന് പകൽ ഇതാ ഞങ്ങൾ ഒരുമിച്ച് ദൈവകരങ്ങളിലേക്ക് ഉയർത്തുന്നു. ഇന്ന് പകൽ ഞങ്ങളുടെ ഓരോ പാട്ടുകളും ആരാധനകളായി മാറട്ടെ. ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനയും തിരുമുമ്പിൽ എത്തട്ടെ. ഞങ്ങളുടെ ധ്യാനത്തിന്മേൽ തീ കത്തട്ടെ. ദൈവകൃപയുടെ ഇറങ്ങി പരിലസിക്കട്ടെ. സഭാരാധനയുടെ ഓരോ ഘടകങ്ങളെ തൃക്കരങ്ങളിൽ തരുന്നു. കർത്താവ് ഓരോന്നിനെ വാഴ്ത്തണമേ. ആലയത്തിന്റെ ഓരോ ഉപകരണങ്ങളും രക്തം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ ഇന്ന് പകൽ ആരാധനയുടെ ഓരോ ഘടകങ്ങളും വിശുദ്ധീകരിക്കപ്പെട്ടതാകുവാൻ അത്യുന്നതന്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സർവശക്തനെ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരണമേ. അങ്ങയുടെ ജനത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി നിത്യതയുടെ വഴിയൊരുക്കിയ നിത്യദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് തൃക്കരം നീട്ടുവാൻ, അനുഗ്രഹങ്ങളും നന്മകളും കാവലും അവിടെ കൽപ്പിക്കുവാൻ, ബലത്തിന്റെ പെട്ടകവുമായി ദൂതന്മാരെ അയക്കുവാൻ ഇന്ന് പകൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളിൽ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കൃപ കൂടി ഇരിക്കണം. ആദ്യവസാനം ഭരിച്ചു നടത്തണമേ. തവേ ആരാധന ആലയത്തിലേക്ക് വന്നവർക്കായി സ്തോത്രം. കർത്താവേ, രക്തം കൊണ്ട് ഓരോരുത്തരെ ശുദ്ധീകരിച്ചതിനായി നന്ദി. ഇന്ന് പകൽ വന്നുകൊണ്ടിരിക്കുന്നവരെയും വരുവാനുള്ളവരെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തക്ക സമയങ്ങളിൽ ശുദ്ധീകരിച്ച് ഞങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരണം. തിരുസന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ കൃപ തരണമേ. മഹത്വം അങ്ങേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന്റെ വചനത്തിൽ നാം ചിന്തിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എൻ്റെ ഉള്ളം യഹോവയുടെ പ്രാകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. പകൽക്കാലം ദൈവത്തിന്റെ ആലയത്തിൽ കടന്നു വരുവാൻ, ദൈവമായ കർത്താവ് നമുക്ക് ചെയ്ത സകല ഉപകാരങ്ങളെ വർണ്ണിക്കുവാൻ, ദൈവം ചെയ്ത സകല നന്മകളെയും ഓർക്കുവാൻ, ദൈവം ഇടയാക്കിയതോർത്ത് നമ്മുടെ കരങ്ങളെ ഉയർത്തി ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നും എല്ലാവരും ദൈവത്തോട് അല്പനിമിഷം നന്ദി പറഞ്ഞാൽ ഗ്ലോറി ടു ഗോഡ്. സ്തുതിയുടെയും സ്തോത്രത്തിന്റെയും ശബ്ദം ഇതിന്റെ അകത്ത് ഉയരട്ടെ. കർത്താവിനോട് പറയുക, ദൈവമേ ഒരു വാക്ക് മതി. ഗ്ലോറി ടു ഗോഡ് ജീസസ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നിനക്ക് നന്ദി കർത്താവേ. സകല സ്തുതിയും സ്തോത്രവും ഞങ്ങൾ അങ്ങേ കരേറ്റുന്ന പിതാവേ. ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് അങ്ങയോടുള്ള സ്നേഹത്തോട് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്ന കർത്താവ്. ജീസസ്, യേശുവേ ഒരു വാക്ക് മതി എൻ ജീവിതം പാടുവാൻ. നിന്റെ സന്നിധി ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾ വാഞ്ചിക്കുന്നേ. യേശുവേ ഒരു വാക്ക് മതി എൻ ജീവിതം മാറിടുവാൻ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ
നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നേ യേശുവേ എൻ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് മരിച്ചവരെ ഉയർപ്പിച്ചതാ രോഗികളെ വിടുവിച്ചതാ ഓടും കാറ്റിനെ അടക്കിയതാ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് മരിച്ചവരെ ഉയർപ്പിച്ചതാ രോഗികളെ വിടുവിച്ചതാ കൊടും കാറ്റിനെ അടക്കിയതാ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് യേശുവേ എൻ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് എന്റെ അവസ്ഥകൾ മാറിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് എന്റെ അവസ്ഥകൾ മാറിടുവാൻ എന്നിൽ രൂപാന്തരം വരുവാൻ ഞാനേറെ ഫലം നൽകാൻ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് യേശുവേ പ്രിയനേ നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് യേശുവേ യേശുവേ എൻ പ്രിയനേ നിന്റെ മൃദുസ്വരം മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് ഒരു വാക്കിനാ മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് മറ്റൊന്നും മറ്റൊന്നും വേണ്ടിപ്പോ നിന്റെ ഒരു വാക്കു മതിയെനിക്ക് ഒരിക്കൽ കൂടെ
പകൽക്കാലം ദൈവത്തോട് പറയുവാൻ കഴിയുമോ? ലാസറിനെ ഉയർപ്പിച്ച ആ ഒരു വാക്ക്, പ്രൈസ് ദി ലോർഡ്. ഇത് പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ മുഴങ്ങി കേൾക്കുവാൻ കർത്താവേ നിന്റെ ഒറ്റ വാക്ക്. പകൽക്കാലം എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കും. ഇന്ന് പകൽക്കാലം ഈ ആരാധനയിൽ ദൈവവചനത്തിന്റെ സന്ദേശത്തിലൂടെയാകാം, പാട്ടിലൂടെയാകാം, പ്രാർത്ഥനയിലൂടെയാകാം. കർത്താവേ ഒറ്റ വാക്ക്, ഒറ്റ വാക്ക്. ഇന്ന് പകൽക്കാലം ഒരു ഒറ്റ വാക്കിനാൽ സൗഖ്യം പ്രാപിക്കുവാൻ എല്ലാവരും ഒരിക്കൽ കൂടെ ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാണ്. ഹല്ലേലൂയ. കർത്താവേ നിന്റെ ഒരു വാക്കിനാൽ എന്നെ തൊടണമേ. ഇന്ന് പകൽക്കാലം സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുന്ന ഒറ്റ വാക്ക് എന്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കുവാൻ. കരങ്ങളെ അടിച്ചുകൊണ്ട് ശക്തമായി ഈ പ്രഭാതത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവാത്മാവിന്റെ ശക്തിയുടെ പകർച്ച ഒന്ന് ഏറ്റെടുക്കുമ്പോൾ ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ പറ, കർത്താവേ എന്റെ ജീവിതത്തിൽ ആ ഒറ്റ വാക്കൊന്ന് മുഴങ്ങി കേൾക്കട്ടെ. ജീസസ്. ഇന്ന് പകൽക്കാലം വിശ്വാസത്തോടെ വീണ്ടും കരങ്ങളെ അടിച്ച് ഒരുമിച്ച് നമ്മൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. പാതാളമേ, മരണമേ, നിന്നുടെ ജയം എവിടെ? കുഞ്ഞാറ്റിൻ നിണം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ കരങ്ങളെ അടിച്ച് പാടി നമുക്ക് ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ. പാതാളമേ, മരണമേ, നിന്നുടെ ജയമെവിടെ? കുഞ്ഞാറ്റിയിടം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. പാതാളമേ, മരണമേ, നിന്നുടെ ജയമെവിടെ? കുഞ്ഞാറ്റിയിടം കോട്ടതൻ ഭക്തർക്ക് സംഹാരകൻ കടന്നുപോയി. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ ഉയർത്തും പുതുഗീതം. മഹത്വരാജനായി സേവിൻ വീരനായി അഭയം താനാമർത്തുന്നേ. മഹത്വരാജനായി സേവിൻ വീരനായി അഭയം താനാമർത്തുന്നേ. ഭീകരമാ ചെങ്കടലും ഇസ്രായേൽ സൈന്യനിരയും നിശ്ചടിയാ ഒന്നും നിന്നും ഭീതിപ്പെടുത്തിടുമ്പോൾ. ഹല്ലേലൂയ. ഭീകരമാ ചെങ്കടലും ഇസ്രായേൽ സൈന്യനിരയും നിശ്ചടിയാ ഒന്നും നിന്നും ഭീതിപ്പെടുത്തിടുമ്പോൾ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷത്തിന്റെ ഘോഷത്തോടെ മഹത്വരാജനായി സേവിൻ വീരനായി അഭയം താനാമർത്തുന്നേ. മഹത്വരാജനായി സേവിൻ വീരനായി അഭയം താനാമർത്തുന്നേ. ശക്തരായ രാജാക്കളാ സിഹോനും പോകും വന്നാൽ. ശക്ത വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നായകൻ. ശക്തരായ രാജാക്കളാ സിഹോനും പോകും വന്നാൽ. ശക്ത വേണ്ട, ഭീതി വേണ്ട, ശക്തൻ നായകൻ. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം, ഭക്തരിൻ കൂടാരത്തിൽ ഉയർത്തും പുതുഗീതം. മഹത്വരാജനായി സേവിൻ വീരനായി അഭയം താനാമർത്തുന്നേ. മഹത്വരാജനായി സേവിൻ വീരനായി അഭയം താനാമർത്തുന്നേ. അഗ്നിവിനെ ദഹിപ്പിക്കില്ല, അറിയുകില്ല. അഗ്നിയതിൽ നാടാമെത്താൻ അഴിമെന്നാണ് വിശ്വാസത്തോടെ. ഓ അഗ്നി നിന്നെ ദഹിപ്പിക്കില്ല, അറിയുകില്ല. അഗ്നിയതിൽ നാടാമെത്താൻ അഴിമെന്നാണ് കൊണ്ടുവന്ന. ജയത്തിൻ ഘോഷം, ഉല്ലാസഘോഷം,
പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഉരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായി അവൻ നിനക്ക്. കുടിനു വരുത്താൻ പോലും വഴിയും കുടന്തും ആശ്വാസമാണ്. ഉരിരുൾ പാതയിൽ നീ നടന്നാൽ വെളിച്ചമായി അവൻ നിനക്ക്. കുടിനു വരുത്താൻ പോലും വഴിയും കുടന്തും ആശ്വാസമാണ്. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഭൂമിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നാം വാഴും ജീവനിൽ നമ്മുടെ യുഗയുഗമായി. ഭൂമിയും പണിയും അഴിഞ്ഞു പോകും നിലനിൽക്കും തൻ വചനം. മരണം മാറും നാം വാഴും ജീവനിൽ നമ്മുടെ യുഗയുഗമായി. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ഭീകരമാം ചകടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയാൽ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ ഭീകരമാം ചകടലും മിസ്രയീം സൈന്യനിരയും ഭീഷണിയാൽ മുൻപും പിൻപും ഭീതിപ്പെടുത്തിടുമ്പോൾ ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. ശക്തരായ രാജാക്കളാം സിയോന് പോകും വന്നാൽ ശങ്ക വേണ്ട ഭീതി വേണ്ട ശക്തൻ നായകൻ. ശക്തരായ രാജാക്കളാം സിയോന് പോകും വന്നാൽ ശങ്ക വേണ്ട ഭീതി വേണ്ട ശക്തൻ നായകൻ. ജയത്തിൻ ഘോഷം ഉല്ലാസഘോഷം ഭക്തരിൻ കൂടാരത്തിൽ എന്നും പുതുഗീതം. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ അവർക്കെന്നുമേ. മഹത്വരാജനായി സേനയിൽ വീരനായി അഭയം താൻ എത്ര നല്ലവൻ. Praise the Lord. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. തിന്മയൊന്നും ചെയ്തിടാത്ത യേശുവല്ലോ എൻ്റെ നന്മ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമാ തൻഹിതം പോ. അവനുടയ്ക്കും അവൻ പണിയും നല്ല പാത്രമാ തൻഹിതം പോ. എന്നുള്ളം നിന്നില ആഴമാ വിശ്വാസത്താ
വാക്കുകൾ ഇല്ല ഇല്ല. ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ഈരനില്ല വാനിൽ കാണും കൈപ്പത്തി പോവേഗവും. ഈരനില്ല വാനിൽ കാണും കൈപ്പത്തി പോവേഗവും. എന്റെ ദൈവത്തിൻ വാക്കുകളാ വന്മാരി ചോരിഞ്ഞിടും. എന്റെ ദൈവത്തിൻ വാക്കുകളാ വന്മാരി ചോരിഞ്ഞിടും. എന്നുള്ള നിന്നിലാ ആഴമാ വിശ്വാസത്താ ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ചേരും നേരം ആനന്ദം വർണ്ണിക്കുവാൻ വാക്കുകൾ ഇല്ല ഇല്ല. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ബലവാനും സർവശക്തനുമായ ഞങ്ങളുടെ പാദത്തിൽ വന്നിരുന്ന് വീണ്ടും പ്രാപിക്കുവാൻ ഒരുക്കി കാത്ത് ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ ആരാധന ദൈവസന്നിധിയിൽ കാഴ്ചവെക്കുവാൻ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഉയരത്തിൽ കയറുന്നതിനൊത്തവണ്ണം ദൈവിക അനുഗ്രഹം ഏറ്റുവാങ്ങുവാൻ ഒരു കാവലുമായി ഞങ്ങളുടെ ജനം ഈ പാപം നിറഞ്ഞ ലോകത്തിലേക്ക് ഇറങ്ങി അടുത്ത ആഴ്ചയിൽ ഒരു പരിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ദൈവകരങ്ങളിലേക്ക് തരുന്നു. ഇന്ന് ഞങ്ങളെ ചാർജ് ചെയ്ത് അയക്കണമേ. അടിയങ്ങളോട് സംസാരിക്കണേ. ഞങ്ങളെ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ ഇടയിൽ ഇറങ്ങി നടകൊള്ളണമേ. കർത്താവ് ഞങ്ങളുടെ കൂടെ വസിക്കണമേ. മഹത്വം അങ്ങ് എടുക്കണേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ദയവായി എല്ലാവരും ദൈവസ്ഥാനത്തിലിരുന്നാലും വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കട്ടെ. ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ ശ്രദ്ധിക്കുന്നവരെ പ്രത്യേകിച്ച് കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യട്ടെ. വെബ്കാസ്റ്റിലൂടെ ഞങ്ങളോടുകൂടെ ഒരുമിച്ചുള്ളവരെ കർത്താവിൻ്റെ നാമത്തിൽ ഓർക്കട്ടെ. വ്യത്യസ്ത മീഡിയകളിൽ ഇന്ന് പകൽ പങ്കെടുക്കുന്നവരും തുടർന്ന ദിവസങ്ങളിൽ പങ്കെടുക്കുവാനുള്ളവരുമായവരെ കർത്താവ് മാനിക്കട്ടെ. ഒന്നിലധികം പ്രാവശ്യം ഓർപ്പിക്കേണ്ടതായിരിക്കുന്നത് കൊണ്ട് ആദ്യം ഇത് ഓർപ്പിച്ച് വെച്ച് തുടങ്ങാം. ഈ ആഴ്ച നമ്മുടെ സെക്കൻഡ് വീക്കിൻ്റെ ആഴ്ചയാണ്. രണ്ടാമത്തെ ആഴ്ച വ്യാഴാഴ്ച വൈകിട്ട് മുതൽ ശനിയാഴ്ച രാത്രി വരെ സഭ ഉപവസിക്കുകയും വരുന്ന ഞായറാഴ്ച വീണ്ടും കർത്താവിൻ്റെ തിരുമേശയോടെ നമ്മൾ പിരിയുകയും ചെയ്യുന്നതാണ്. ഒരു 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ലോങ് ഗ്യാപ്പ് നമുക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. നമ്മൾ വീണ്ടും ദൈവസന്നിധിയിലേക്ക് എല്ലാവരും കൂടെ ചേർന്ന് വന്നു. ഇന്ന് വീണ്ടും ദൈവത്തെ ആരാധിക്കുക. കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരാധിച്ചു, വീണ്ടും നമ്മൾ ദൈവത്തെ ആരാധിക്കുകയാണ്. ഇപ്രാവശ്യത്തെ സെക്കൻഡ് വീക്കിൽ നമുക്കൊരു പ്രധാന അതിഥി ഉണ്ടായിരിക്കുന്നതാണ്. പാസ്റ്റർ ജോൺ റൂബൻ, തമിഴ്നാട്ടിൽ നിന്ന് വന്ന, കോയമ്പത്തൂരിൽ നിന്ന് വന്ന പാസ്റ്റർ ജോൺ റൂബൻ കഴിഞ്ഞ 42 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സന്ദേശം ഞാൻ ഒരിക്കൽ കേട്ടു, അതെന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ താൻ ഒരു ദിവസമായിരുന്നു. ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ താൻ വെള്ളിയും ശനിയും 2 ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. തമിഴിലായിരിക്കും അദ്ദേഹം സംസാരിക്കുന്നത്. പ്രോബബ്ലി കുറച്ച് ഇംഗ്ലീഷ് ഉപയോഗിച്ചെന്ന് വരാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ വേണമെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞാൽ അത് ചെയ്യും. മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യും. ദയവായി നിങ്ങളുടെ സ്നേഹിതരെ കൂടെ വിളിച്ചു കൊണ്ടുവരുവാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ ആഴമായ തിരുവചന പഠനം കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ചവർക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ലോകത്തിലെ 1-ാം തരം തരുവാൻ കർത്താവിന് തിരിഹിതമായി പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു എന്ന് പറഞ്ഞത്, കോതമ്പിൻ്റെ കാമ്പ് കൊണ്ടും പാറയിലെ തേൻ കൊണ്ടും പോഷിപ്പിക്കുമെന്ന് പറഞ്ഞത് നമുക്ക് അനുഭവമാകയാൽ, അനുഭവത്തിൽ വരേണ്ടതാകയാൽ ആത്മനിറവിലും അതേ സമയത്ത് വചനത്തിൻ്റെ ആഴത്തിലുമുള്ള ഒരു പഠനം തരുവാൻ ആ കർത്താവിൻ്റെ ദാസനെ കഴിഞ്ഞ പ്രാവശ്യം കർത്താവ് ഉപയോഗിച്ചു. അദ്ദേഹം ഈ പ്രാവശ്യം നമ്മുടെ കൂടെ 4 സെക്ഷനുകളിൽ കണ്ടേക്കും. വെള്ളി രാവിലെയും വൈകിട്ടും ഉണ്ടായിരിക്കും. ശനിയാഴ്ച രാവിലെ നിശ്ചയമായിട്ടുമുണ്ട്. ശനിയാഴ്ച വൈകിട്ടത്തെ കാര്യം അദ്ദേഹത്തിൻ്റെ റിട്ടേൺ ട്രിപ്പിനെ അനുസരിച്ചിരിക്കും. മിക്കവാറും ശനിയാഴ്ച വൈകിട്ടും കണ്ടേക്കും. ഒരുമിച്ചായിരിക്കാൻ എല്ലാവരും അന്യോന്യം പറഞ്ഞ് ഓർപ്പിച്ചു വരുവാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ഹാർവസ്റ്റ് ടെലിവിഷനിൽ ലഭ്യമല്ല, പക്ഷെങ്കിൽ വെബ്കാസ്റ്റിൽ അതുണ്ടായിരിക്കും. മെസ്സേജസ് ഇവിടെ റെക്കോർഡ് ചെയ്യാനായി ശ്രമിക്കുകയും ചെയ്യുന്നതാണ്.
ഇന്ന് ഇവിടെ എടുക്കേണ്ട സന്ദേശം കഴിഞ്ഞ ആഴ്ചയുടെ ആരംഭത്തിങ്കിൽ തന്നെ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്നു തുടങ്ങി. ഈ രാവിലെ സമയം അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ആലോചനയും ഒരു രൂപരേഖയും കർത്താവ് തന്നു. എനിക്ക് നിശ്ചയമായും അറിയാം ഇന്ന് ഒരു ദിവസം കൊണ്ട് തീരുന്ന ഒരു ദൂതല്ല ഞാൻ ഇന്ന് എടുത്തു തുടങ്ങുന്നത്. അതുകൊണ്ട് ഇന്ന് ഇത് ആരംഭിക്കും. മേ ബി 1-2 ആഴ്ചകളുടെ ഇതേ ദൂതിൻ്റെ 2-3 ഭാഗങ്ങൾ, കുറഞ്ഞ പക്ഷം 2-ാം ഭാഗമെങ്കിലും ഉണ്ടായിരിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഇതൊരു പ്രായോഗിക സന്ദേശമാണ്. ഇന്ന് സഭയോട് ഇത് കൊടുത്തു തുടങ്ങേണ്ടതിന് പരിശുദ്ധാത്മാവിനോട് ആവശ്യപ്പെട്ടതിനാൽ ദൈവം എനിക്ക് തന്ന ആലോചനയ്ക്കൊത്തവണ്ണം എടുക്കുന്ന പ്രായോഗിക സന്ദേശമാണിത്. ഗൗരവമായി ശ്രദ്ധിക്കുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. ഇതിനകത്തിരിക്കുന്നവർ മാത്രമല്ല, വെബ്കാസ്റ്റിലുള്ളവർ, ഹാർഡ് ഹൗസിലുള്ളവർ ദയവായി ഗൗരവമായി ശ്രദ്ധിക്കുവാൻ, ഈ കാലഘട്ടങ്ങളിലേക്ക് ആവശ്യമുള്ള ഒരു അന്തിമകാലത്തിനുള്ള സന്ദേശം ദൈവസഭയെ ഏൽപ്പിക്കുവാൻ ദിവസങ്ങളായി കാലങ്ങളായി കർത്താവ് നമ്മെ ഇത്തരം സന്ദേശങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന് നമ്മോട് അധികം സ്നേഹമുള്ളതിനാൽ നിത്യതയിൽ യേശുവിൻ്റെ വരവിങ്കൽ സാമാന്യമായൊരു സ്ഥാനത്തിരിക്കാതെ നമ്മെ ഒരു ഉന്നതമായ സ്ഥാനത്തിരുത്തുവാൻ ദൈവത്തിന് തിരിഹിതമാകയാൽ ഇത്തരം സന്ദേശങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. ഇവിടെ അബ്രഹാമിനെ ദൈവം വിളിച്ച വിളിയാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. അബ്രഹാമിനെ ദൈവം വിളിച്ച വിളിയിൽ 3-4 കാര്യങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒന്ന്, തൻ്റെ മേലൊരു വിളിയുണ്ടായിരുന്നു. നമ്മിൽ പലരുടെ മേലും വിളിയുണ്ട്. പക്ഷേ അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങി തിരിച്ചൊരു ലോത്തുണ്ടായിരുന്നു. രണ്ടുപേരെയും കൂടെ ഒരളവിൽ കമ്പയർ ചെയ്യുകയായിരിക്കും ഇന്ന് ചെയ്യുന്നത്. ലോത്തിന് വിളിയില്ലായിരുന്നു. പക്ഷേ അബ്രഹാമിൻ്റെ കൂട്ടായ്മയും സാഹചര്യങ്ങളും ചൂടും ലഭിച്ചതിനാൽ ആ കുടക്കീഴിൽ, തണലിൻ്റെ കീഴിൽ ലോത്തും ഇറങ്ങിത്തിരിച്ചു. അബ്രഹാമിൻ്റെ മേൽ ഒരു വിളിയുണ്ടായിരുന്നു. 2, അബ്രഹാം അനുസരിച്ചു. ലോത്തിനെ കൊണ്ടത് കഴിഞ്ഞില്ല. പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ അബ്രഹാം അകപ്പെട്ടെങ്കിലും താൻ അനുസരിച്ചു. ലോത്തിനെ കൊണ്ട് അത് കഴിഞ്ഞില്ല. 3, അബ്രഹാം തൻ്റെ സ്വദേശത്തെയും പിതൃഭവനത്തെയും വിട്ടുവരുവാൻ തന്നോട് ആവശ്യപ്പെട്ടു. താൻ വേർപെട്ടു. സാഹചര്യങ്ങളുടെ മുമ്പിൽ ലോത്തും ആരംഭത്തിങ്കൽ വേർപെട്ടെങ്കിലും അവൻ്റെ ജീവിതം പരാജയപ്പെട്ടു. അവൻ പിന്നെയും പിന്മാറി പോയി സോദോമിൽ ചെന്ന് അവസാനിച്ചു. 4, അബ്രഹാം കൂട്ടായ്മയെ ആചരിച്ചു. വേർപാട് മാത്രമല്ല, വിശുദ്ധ കൂട്ടായ്മയെ ആചരിച്ചു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. താൻ കൂട്ടായ്മയെ ആചരിച്ചു. ഒരു കൂട്ടായ്മ ജീവിതം നടത്തി. ഒടുവിൽ ഒരു പ്രത്യാശ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ ഭവനത്തിനു വേണ്ടി കാത്തിരുന്നു. 6ാമതായി താൻ കാത്തിരുന്നു എന്ന് മാത്രമല്ല, ആ കാത്തിരിപ്പിന് ആവശ്യമായ ജീവിത ശൈലി താൻ സൂക്ഷിച്ചു. അതൊരു ഭയങ്കര വിഷയമാണ്. 6, താൻ ജീവിത ശൈലി സൂക്ഷിച്ചു. 7, അദ്ദേഹം ഇനിയും നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നമ്മളും കൂടെ ചെന്നിട്ട് വേണം വാഗ്ദത്തത്തിൻ്റെ നിവൃത്തി പ്രാപിക്കുവാൻ. അതുകൊണ്ട് എബ്രായ ലേഖനം 11:40 വായിക്കുന്നില്ല, നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് അബ്രഹാം കാത്തിരിക്കുകയാണ്, നാമും കൂടെ ചെല്ലേണ്ടതിന്. ഒന്നുകൂടെ ഓടിച്ച് പറയട്ടെ, അബ്രഹാമിൻ്റെ മേലൊരു വിളിയുണ്ടായിരുന്നു, നമ്മിൽ അനേകരുടെ മേലുണ്ട്. അബ്രഹാമിനൊരു അനുസരണം ഉണ്ടായിരുന്നു. നമുക്കെല്ലാവർക്കും അനുസരണം വേണം, പലർക്കും അനുസരണമുണ്ട്. അബ്രഹാം ഒരു വേർപാട് ആചരിച്ചിരുന്നു. നമ്മിൽ പലരും വേർപാട് ആചരിച്ചവരാണ്, ഇനി അനേകർ വേർപാട് ആചരിക്കേണ്ടവരായിട്ടുണ്ട്. അബ്രഹാമിനൊരു വിശുദ്ധ കൂട്ടായ്മയുണ്ടായിരുന്നു. നമ്മിൽ പലർക്കും അത് ആവശ്യമായിരിക്കുന്നു. അത് ലഭിച്ചവർക്കായി സ്തോത്രം. അബ്രഹാം പ്രത്യാശയോടെ കാത്തിരുന്നു. നാം എല്ലാവരും പ്രത്യാശയോടെ കാത്തിരിക്കുന്നവരാണ്. അബ്രഹാം ആ കാത്തിരിപ്പിന് ഒത്തവണ്ണം ഒരു ജീവിത ശൈലി പാലിച്ചു. നമ്മിൽ അനേകർക്ക് അത് സാധിക്കുന്നില്ല. പക്ഷേ നാം മടങ്ങി വന്നേ മതിയാകുള്ളൂ. അബ്രഹാം നമുക്കായി കാത്തിരിക്കുന്നു. അവരാരും വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല. വാഗ്ദത്തത്തിൻ്റെ സമ്പൂർണ്ണതയിൽ എത്തിച്ചേരേണ്ടതിന് ഞാനും നിങ്ങളും കൂടെ ചെല്ലേണ്ടതാകയാൽ സകല ഭക്തന്മാരും, ആ ഹാബേൽ മുതൽ ഇങ്ങോട്ടുള്ള സകല ഭക്തന്മാരും നമുക്കായി കാത്തിരിക്കുകയാണ്. നാം അവരെ ഫെയിലാക്കരുത്. നാം അവരോട് ഒരുമിച്ച് വാഗ്ദത്തം നിവർത്തി പ്രാപിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ നമുക്കും അവരെ പോലെ ജീവിക്കേണ്ടതുണ്ട്. ഞാൻ ഇതേ സമയത്ത് ലോത്തിനെ കുറിച്ചൊരു വാചകം തൊട്ടു തുടങ്ങേണ്ടതിനും അബ്രഹാമിനെ കുറിച്ച് തുടർന്ന് ചിന്തിക്കേണ്ടതിനുമായി നമുക്ക് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അബ്രാം പുറപ്പെട്ടു. ലോത്തും അവനോട് കൂടെ പോയി. ഹാരാനിൽ നിന്ന് പുറപ്പെടുമ്പോൾ അബ്രാമിന് 75 വയസ്സായിരുന്നു.
അബ്രാം തന്റെ ഭാര്യയായ സാറായിയെയും സഹോദരന്റെ മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളെയൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ പുറപ്പെട്ട് കനാൻ ദേശത്തെത്തി. മതി. ദൈവം അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുകയെന്ന് പറഞ്ഞു. അത് കനാൻ ആയിരുന്നുവെന്ന് പിന്നത്തേതിൽ മനസ്സിലാകയാൽ ഈ പുസ്തകം ചരിത്രമായി എഴുതി വരുന്ന ഭാഗത്ത് കനാനിലേക്ക് പോകുവാൻ യാത്ര തിരിച്ചു എന്ന് പറഞ്ഞു. ആരംഭത്തെങ്കിൽ ദൈവം അത് പറഞ്ഞില്ല. അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി. ലോത്തും കൂടെ തിരിച്ചു. കാരണം അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയെയും തൻ്റെ സഹോദരൻ്റെ പുത്രനായ ലോത്തിനെയും അവർ സമ്പാദിച്ചുണ്ടാക്കിയ ധനത്തെയും കൂട്ടിക്കൊണ്ട് ഇറങ്ങി. ലോത്തിൻ്റെ മേൽ ഒരു വിളിയുണ്ടായി. മാതാപിതാക്കൾ ദൈവത്തെ ആരാധിപ്പാനായി പോകുമ്പോൾ, സ്നേഹിതർ ദൈവത്തെ ആരാധിപ്പാനായി പോകുമ്പോൾ കൂട്ടിക്കൊണ്ടുവരുന്ന പല കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ലോത്ത് നഷ്ടപ്പെട്ടതുപോലെ ഇളം തലമുറയെ നാം നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് ദൈവത്തെ അനുസരിപ്പാൻ തയ്യാറാകുക. അബ്രഹാമിന് കാലത്തിൻ്റെ പോക്കിൽ ഒരു ഇസഹാക്ക് ജനിച്ചു. അദ്ദേഹത്തെ ആയിരിക്കും ഞാൻ ഒടുവിൽ വർണ്ണിച്ച് നിർത്തുന്ന കൂട്ടത്തിൽ കൊണ്ടുവരുന്നത്. അബ്രഹാം കൊണ്ടിറങ്ങിയതാണ്. അദ്ദേഹത്തെ വിളിക്ക് പോലും അല്ലായിരുന്നു. കൊച്ചു കുഞ്ഞല്ലേ, എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു. പക്ഷേ അവൻ വാഗ്ദത്തത്തിൻ്റെ പിന്തുടർച്ച പ്രാപിച്ചതുപോലെ ഇന്ന് ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ഇളം തലമുറകൾ, ഇന്നെന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഇളം തലമുറകൾ ആ ദൈവിക വീണ്ടെടുപ്പിൻ്റെ അകത്തേക്ക് കയറുവാൻ, വാഗ്ദത്തത്തിൻ്റെ കണ്ടിന്യൂവേഷനിൽ വരുവാൻ അടുത്തൊരു ചെയിനായി മാറട്ടെ. കൂട്ടിക്കൊണ്ടിറങ്ങി ലോത്തിനെ പോലെ വരാതെ ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. ഒരുമിച്ചിറങ്ങിയ അബ്രഹാമും ഒരുമിച്ചിറങ്ങിയതായ ലോത്തും. ലോത്ത് അബ്രഹാമിനോടുകൂടെ നടക്കുന്ന സമയം ലോത്ത് അനുഗ്രഹിക്കപ്പെട്ടു. കാരണം അത് അനോയിൻറ്റിങ്, അത് അംബ്രല ഓഫ് ദി അനോയിൻറ്റിങ് എന്ന് വിളിക്കാറുണ്ട്. ഞാൻ പല പ്രാവശ്യങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്. മേ ബി കഴിഞ്ഞ ഒരു 7-8 വർഷമായി ആ പദം തൊട്ടതായി എനിക്ക് ഓർമ്മയില്ല. അണ്ടർ ദി അംബ്രല ഓഫ് ദി അനോയിൻറ്റിങ്. ഒരുവനൊരു അഭിഷക്തനാണെങ്കിൽ തന്നോടുകൂടെ നടക്കുന്നവരുടെ മേലൊരു അഭിഷേകം ഉണ്ടാകും. നിരൂപണങ്ങൾ പറയുന്നവരും ഖണ്ഡന പ്രസംഗങ്ങൾ പറയുന്നവരും ഒക്കെ ആയവരുടെ കൂടെ നടക്കുന്നവർ കുറച്ച് കഴിയുമ്പോൾ അതുപോലൊക്കെ ഇരിക്കും. ആത്മാവിൽ ആരാധിക്കുന്നവരുടെ കൂടെ നടക്കുന്നവർ കുറെ കഴിയുമ്പോൾ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങും. ആത്മാവിൻ്റെ അനുഭവങ്ങൾ ഏറ്റെടുക്കുന്നവർ അവരോടുകൂടെ നടക്കുന്നവരുമായി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മാറും. നമ്മോട് ചേർന്ന് നടക്കുന്നവരുടെ മേൽ ഒരു കുട പിടിക്കുവാൻ, ഒരു അഭിഷേകത്തിൻ്റെ കുട നമ്മുടെ മേൽ സ്വർഗത്തിലെ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ഇതിനകത്ത് വളരെ ഗൗരവമായി ഒരു വാക്യം, ഒരു ആശയം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനായി താല്പര്യപ്പെടുകയാണ്. ഒരിക്കൽ ശമൂവേൽ എന്ന് പറയുന്ന പ്രവാചകൻ, ശമൂവേലിൻ്റെ ജനനം തന്നെ വളരെ പ്രത്യേകമായിരുന്നു. തൻ്റെ അമ്മയെ ദൈവം പ്രാർത്ഥിപ്പിച്ച് ഒരു കുഞ്ഞിനെ മേടിപ്പിച്ചതാണ്. അമ്മയെ കൊണ്ട് ദൈവം പ്രാർത്ഥിപ്പിച്ച് ഒരു കുഞ്ഞിനെ മേടിപ്പിച്ചതാണ്. കാരണം ഹന്ന എന്നും പെനീന എന്നും പേരുള്ള 2 ഭാര്യമാരും എൽക്കാന എന്ന ഒരു പുരുഷനുമായി ജീവിച്ചിരുന്ന കാലം. ഹന്ന എന്ന തൻ്റെ 1ാം ഭാര്യയെ താൻ വളരെ സ്നേഹിച്ചിരുന്നെങ്കിലും അവളിൽ നിന്ന് മക്കളില്ലാഞ്ഞതിനാൽ, പെനീനയ്ക്ക് മക്കൾ ഉണ്ടായതിനാൽ, പെനീന എന്നും ഹന്നയെ പള്ളു പറഞ്ഞതിനാൽ, ഭർത്താവിങ്കിൽ നിന്ന് വരുമ്പോൾ, ഭർത്താവിങ്കിൽ നിന്ന് സ്നേഹക്കുറവ് വരുമ്പോൾ വാശി ആരോടെങ്കിലും തീർക്കണ്ടേ, അതിന് ഹന്നയെ കണ്ടുപിടിച്ച് വാശി തീർത്ത് പെനീന വന്നതിനാൽ അവളെ എന്നും കുത്തുന്ന ഒരു പോരാളി, ഒരു എതിരാളി വീട്ടിലുണ്ട്. പക്ഷേ അവൾക്കൊരു കുഞ്ഞ് ജനിക്കുന്നുമില്ല. അതുകൊണ്ട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ഒരിക്കൽ ദേവാലയത്തിൽ വന്നപ്പോൾ അവൾ അന്തരീക്ഷം മറന്ന് പ്രാർത്ഥിച്ചു. പുരോഹിതൻ കണ്ടേച്ച് പറഞ്ഞു, നീ ലഹരി പിടിച്ചിരിക്കുന്നവളാണ്, ഇങ്ങനെ പിറുപിറുത്തോണ്ടിരിക്കാതെ. അതുകൊണ്ട് അവൾ പുരോഹിതന്റെ അടുക്കൽ ചെന്ന് ക്ഷമാപണം നടത്തിക്കൊണ്ട് പറഞ്ഞു, യജമാനനെ, അങ്ങ് വിചാരിച്ചതുപോലെ ഞാൻ ലഹരി പിടിച്ചവളല്ല. പുതിയ നിയമഭാഷയിൽ മത്തുപിടിച്ച്, ഞാൻ വീഞ്ഞു കുടിച്ച് മത്തുപിടിച്ചതല്ല, ഞാൻ ആത്മാവിൽ മത്തയായി പോയതാ. ആത്മാവിൽ മത്തയായി ദേവാലയത്തിൽ പ്രാർത്ഥിച്ച ഒരു പെൺകുഞ്ഞിന്, അല്ലെങ്കിൽ ആ സഹോദരിക്ക് ദൈവം ആ വർഷം ഒരു കുഞ്ഞിനെ കൊടുത്തു. പ്രാർത്ഥിച്ച് പിടിച്ചു വാങ്ങിയ ഒരു കുഞ്ഞായിരുന്നു. അബ്രഹാമും അങ്ങനെയാ, പ്രാർത്ഥിച്ച് പിടിച്ചു വാങ്ങിയ കുഞ്ഞിനെയാ ദൈവം അനുഗ്രഹിച്ചത്. ഒരു കുഞ്ഞിനെ ദൈവം കൊടുത്തു. ഈ ശമൂവേൽ ആലയത്തിൽ വളർന്നു. ഏലിയുടെ പുരോഹിതന്മാർ ഇരുവരും ലോകക്കാർ പ്രകാരം ജീവിച്ചു നടന്നപ്പോൾ ദേവാലയത്തിൻ്റെ നന്മകൾ അനുഭവിച്ചു, ദേവാലയത്തിൻ്റെ സുഖം അനുഭവിച്ചു. അവർ ലഭിക്കേണ്ടതിനേക്കാൾ ഉപരി പിടിച്ചു പറിച്ച് അപ്പൻ്റെ വക അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വന്തമായി ഒരു ലൈറ്റ് കത്തിക്കാൻ അനുവാദമില്ലാതെ വിളക്കണയുന്നതിന് മുന്നമേ തൻ്റെ സ്ഥലത്ത് പോയി കിടക്കേണ്ടവനായി ഒരു താണപടിയിൽ ഈ ശമൂവേലിനെ ആ ആലയത്തിലേക്ക് കൊണ്ടുവന്നു. പക്ഷേ ഒരിക്കൽ യഹോവയായ ദൈവത്തിൻ്റെ കണ്ണ് അതിനകത്തെല്ലാം ഊടാടി നടക്കുമ്പോൾ, ആര് മുഖേന എനിക്ക് ജനത്തോട് ഇടപെടണമെന്ന് ഊടാടി നടക്കുമ്പോൾ സ്വസ്ഥാനത്ത് കിടന്നുറങ്ങുന്ന ഒരു ശമൂവേലിനെ കണ്ടു. ദൈവം അവനോട് സംസാരിച്ചു തുടങ്ങിയതാണ്. അവൻ ഇസ്രായേലിലെ ഉന്നത പ്രവാചകനായി മാറി.
ഒന്നാമൻ ഉന്നത പ്രവാചകനായിരുന്നു. ദൈവത്തിന് ഏൽപ്പിക്കേണ്ടിയിരുന്ന ന്യായവിധിയുടെ ദൂത് മുതൽ നന്മയുടെ ദൂത് വരെ ദൈവം ശമൂവേൽ മുഖേന സഭയ്ക്ക് കൈമാറി. ശമൂവേൽ 2 രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു. ശമൂവേൽ പ്രവചന ശുശ്രൂഷ ചെയ്തു. ശമൂവേൽ ന്യായാധിപനായി കർത്താവായി നിന്നു. ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളിൽ വളർന്നു വന്ന അഭിഷേകത്തിൻ്റെ ഉറനിലമെന്ന് വിളിക്കാവുന്ന, അല്ലെങ്കിൽ അഭിഷേകം പകർന്നു വെച്ചിരിക്കുന്ന ഒരു പാത്രമെന്ന് വിളിക്കാവുന്നവനായി ശമൂവേൽ വളർന്നു. ഇതിനകത്തിരിക്കുന്നതിൽ ചിലരോടോ എന്നെ ശ്രദ്ധിക്കുന്ന പലരോടോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ദൈവത്തിന് അഭിഷേകം പകർന്നു വെക്കുന്ന കുറേ പാത്രങ്ങൾ വേണം. ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അന്നന്ന് ആവശ്യമുള്ളപ്പോൾ അഭിഷേകം കൊടുക്കാവുന്ന, ഹല്ലേലൂയ, ഇന്ത്യയുടെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ അനേക ഗോഡൗണുകൾ ഇന്ത്യയിൽ എവിടെ യാത്ര ചെയ്താലും കാണാം. എന്ന കാര്യമെന്നറിയാമോ? അതാത് ദേശക്കാർക്ക് ആഹാരം എടുത്തു കൊടുക്കേണ്ടതിന് അവിടെവിടെയായി ഗോഡൗണുകൾ വെക്കുന്നത് പോലെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന് ഇടപെടുവാനുണ്ട്. ദൈവത്തിന് അഭിഷേകം നിറച്ചു വെച്ചിരിക്കുന്ന ചില ഗോഡൗണുകൾ പട്ടണത്തിന്റെ വിവിധ ഇടങ്ങളിൽ ആവശ്യമുണ്ട്. ഇന്ന് പകൽക്കാലം ഇത് നിങ്ങൾക്കുള്ള ഒരു ഓൾട്ടർ കോളാ. അഭിഷേകം നിറച്ചു വെച്ചിരിക്കുന്ന ഗോഡൗണുകൾ, അഭിഷേകം നിറച്ചു വെച്ചിരിക്കുന്ന മൺപാത്രങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ഇന്ന് പലതും നമ്മിൽ നിറഞ്ഞിട്ടുണ്ടാവാം. അല്ല, അടുത്തൊരു പാത്രത്തെ ദൈവത്തിന് വേണം. അത് ഞാനാകട്ടെ കർത്താവേ എന്ന് പറയുമോ? ഈ ശമൂവേൽ ആദ്യമേ ശൗൽ രാജാവിനെ അഭിഷേകം ചെയ്തു. ദൈവത്തിന്റെ നിയോഗപ്രകാരമാണ് ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തത്. കുറെ കാലം കഴിഞ്ഞു. അഭിഷേകം ചെയ്തവന്റെ കുറ്റമല്ല, അഭിഷേകം കൊടുത്ത ദൈവത്തിന്റെ തകരാറല്ല, ഭരിക്കപ്പെടേണ്ട ജനത്തിന്റെ പ്രശ്നമല്ല. ശൗൽ അതിനകത്ത് നിലനിൽപ്പാൻ കഴിയാതെ വീണുപോയി. പിന്മാറ്റക്കാരൻ, വീണുപോയവൻ, തൻ്റെ സാഹചര്യങ്ങളെ മറന്നവൻ, ദൈവം ഏൽപ്പിച്ചതിനെ വൃഥാവാക്കി കളഞ്ഞവൻ. ശൗൽ വീണുപോകുകയും ദൈവം ശമൂവേലിനോട് പറഞ്ഞു, 2ാമത്തെ പ്രവാചകനെ നീ അഭിഷേകം ചെയ്യ്. അതായിരുന്നു ദാവീദ്. ദാവീദിനെ താൻ അഭിഷേകം ചെയ്തു. കാലത്തിൻ്റെ പോക്കിൽ ദാവീദിനെ കൊല്ലുവാൻ ശൗൽ തീരുമാനിച്ചു. ഓ ഗാഡ്, ദാവീദിനെ കൊല്ലുവാൻ ശൗൽ തീരുമാനിച്ചു. ആകയാൽ ദാവീദ് ഓടി ശമൂവേലിൻ്റെ അടുക്കലെത്തി. ഞങ്ങളെ 2 പേരെയും അഭിഷേകം ചെയ്ത യജമാനനെ, ഞങ്ങളെ 2 പേരെയും ദൈവത്തിൻ്റെ അഭിഷേകത്താൽ നിറച്ച യജമാനനെ, തൻ്റെ ആദ്യത്തെ അഭിഷക്തൻ എന്നെ കൊല്ലാൻ വരുന്നു, എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കുമോ എന്ന് ചോദിച്ച് തൻ്റെ ശമൂവേലിൻ്റെ അടുക്കൽ വന്നു. ഇന്ന് ഞാൻ ആ വാക്യങ്ങൾ എടുക്കുന്നില്ല, വരുന്ന ആഴ്ചയിൽ ഒരു പക്ഷേ നമ്മൾ വാക്യം വായിച്ചേക്കാം. ശമൂവേലിൻ്റെ അടുക്കൽ വന്നു. ശമൂവേൽ പറഞ്ഞു, വാ, നമുക്കിവിടെ ഇരിക്കണ്ട. അവർ 2 പേരും ഇവിടെ ചേർന്ന് ശൗൽ അറിയുകയില്ലെന്ന് കണ്ട് നെയ്യോത്തിലേക്ക് ഓടിപ്പോയി. അഭിഷേകം പകർന്നു കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ച ശമൂവേൽ ശൗലിനെ ഭയന്നു. നിങ്ങളിൽ ഒരാൾ ഞാൻ അഭിഷേകം ദുർവിനിയോഗം ചെയ്താൽ എന്നെ നടത്തിയവർ പോലും എന്നെ ഭയപ്പെടും, ഞാനൊരു കണിയായി മാറും. അനേക കണികൾ ഈ ദേശത്തുണ്ട്. അഭിഷേകം ചെയ്തവൻ ഇപ്പോൾ നെയ്യോത്തിലേക്ക് ഓടി. പക്ഷേ 2ാമത് അഭിഷേകം പ്രാപിച്ച ദാവീദുമുണ്ട്. ഇവർ 2 പേരും ഇവിടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വ്യാപരിച്ച അഭിഷേകത്തിന് കണക്കില്ല. ഐ കോൾ ഇറ്റ് ദി അംബർല. ഒരു കൊട ഞാനിവിടെ പിടിച്ചാൽ നല്ലവൻ പോലും തീയവൻ പോലും ഈ കൊടക്കീഴയിൽ വന്നു കയറുന്നവൻ ആർക്കും മഴ നനയത്തില്ല, വെയിൽ അവൻ്റെ മേൽ ഉദിക്കയില്ല. അനേകരുടെ മേൽ കൊട പിടിക്കുവാൻ കഴിഞ്ഞ നാളുകളിൽ ബേഥേലിന് തന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിനകത്തിരിക്കുന്നവരും എന്നെ ശ്രദ്ധിക്കുന്നവരും നന്നായി ഇത് അറിയാവുന്നവരാണ്. ഞാൻ പല പ്രാവശ്യം എൻ്റെ മക്കളോട് പറയാറുണ്ട്, പഴയ നിയമത്തിലെ ഒരു വചനം ഇങ്ങനെയുണ്ട്. ഒരിക്കലൊരു രാജാവ് ഭയങ്കര ഗമ പറഞ്ഞുകൊണ്ട് ഞാൻ വെട്ടിക്കളയും തകർത്തുകളയും എന്നൊക്കെ പറഞ്ഞ് അടുത്ത രാജാവിനെ വെല്ലുവിളിക്കുമ്പോൾ അടുത്ത രാജാവ് പറഞ്ഞു ഒരു വാചകം, എടാ കുഞ്ഞെ, പുതുതായി വാൾ അരക്കി കെട്ടുന്നവൻ, വാൾ അഴിച്ചു വെക്കുന്നവനെ പോലെ അനാവശ്യം പറയരുത്. നീ എന്നെ വെച്ച് അഹങ്കരിക്കുന്നത് നിനക്ക് യുദ്ധം ചെയ്ത പരിചയമുണ്ടോ? കഴിഞ്ഞ 35-38 വർഷത്തെ ട്രാക്ക് റെക്കോർഡുകൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഇന്ന് പകൽ ബേഥേലിന് വിളിച്ചു പറയുവാൻ കഴിയും, 1000ങ്ങൾക്ക് അഭിഷേകത്തിന്റെ കൊട പിടിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. അതിന്റെ അർത്ഥം ശൗൽ വീണതുപോലെ വീഴണമെന്നല്ല, വീഴാതെ നിർത്തുവാൻ കഴിയുന്നവന്റെ പാദത്തിൽ താഴുവാൻ ഇന്ന് എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞേ മതിയാകൂ. 2 പേരും ഇവിടെ നെയ്യോത്തിലേക്ക് ചെന്നു. ശൗലിന് അറിവ് കിട്ടി, ദാവീദ് നെയ്യോത്തിലുണ്ട്. ശൗൽ തൻ്റെ ഭടന്മാരിൽ ചിലരെ അയച്ചു, നെയ്യോത്തിൽ പോയി ദാവീദിനെ വിളിച്ചോണ്ട് മറക്കല്ല്, വേറമായി അംബർല ഓഫ് ദി അനോയിന്റിംഗ്. ആ ഭയങ്കര അഭിഷേകം ആ നെയ്യോത്ത് ഏറിയയിൽ മുഴുവൻ വ്യാപരിക്കുക. കാര്യം 2 അഭിഷക്തന്മാർ ഒരുമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അമ്മ പ്രാർത്ഥിച്ച് പിടിച്ചു വാങ്ങിച്ച പ്രവാചകൻ, ദൈവസന്നിധിയിൽ കിടന്ന് ദൈവശബ്ദം കേട്ട പ്രവാചകൻ, ആ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ കുതിർന്ന പ്രവാചകൻ, അവന്റെ കയ്യിൽ നിന്ന് ഒരു 1.5 ലിറ്ററിന്റെ തൈലം
നിലം വീണ് അഭിഷേകം പ്രാപിച്ചവനായ ദാവീദ്, ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരിക്കുന്ന നെയ്യോത്ത് അഭിഷേകത്താൽ നിറഞ്ഞു. ശൗലിന്റെ ഭടന്മാർ നെയ്യോത്തിലേക്ക് കയറി വരികയാണ്. ഓർമ്മയുണ്ടോ? നെയ്യോത്തിന്റെ പരിധിയിലേക്ക് കാൽ ചവിട്ടുകയും ആത്മാവ് ഭടന്മാരുടെ മേൽ വന്നു. പിടിച്ചു കെട്ടാൻ വന്നതാ, കൊണ്ടുപോകാൻ വന്നതാ. അവന്മാർ വീണ് കിടന്ന് ഉരുളാൻ തുടങ്ങി. ഈ സാന്നിധ്യത്തിൽ ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ. പഴയ അനുഭവങ്ങളിലേക്ക് ഞാൻ കയറിപ്പോകുകയാ. ചർച്ചിനകത്ത് ആരാധന നടക്കുമ്പോൾ കുത്താൻ കത്തിയുമായി അകത്ത് വന്നവൻ സ്നാനപ്പെട്ട ചരിത്രം എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറയുന്ന ബേഥേലിലെ കാര്യമാ. ഓ ഗോഡ്, പഴയ ചരിത്രങ്ങൾ അറിയാവുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കുത്താൻ കത്തിയുമായി അകത്തു വന്നവൻ സ്നാനപ്പെട്ട കഥ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒരു കൂട്ടം പടയാളികൾ നെയ്യോത്തിലേക്ക് വന്നവർ താണക്കിടന്ന് ഉരുളാൻ തുടങ്ങി. ആദ്യത്തെവന്മാർ സ്ലൈൻ ചെയ്തു പോയി എന്ന് ശൗൽ കേട്ടപ്പോൾ ശൗൽ അതിനേക്കാളും ഭോഷന്മാരും കട്ടിയാന്മാരുമായ ഒരു കൂട്ടത്തെ പറഞ്ഞയച്ചു. അവന്മാർ പോയി പെന്തിക്കോസിൽ ചേർന്നു. നീ പോയി പിടിച്ചോണ്ട് വാ. പിടിച്ചോണ്ട് വരാൻ വന്ന രണ്ടാമത്തെ ഗ്രൂപ്പ് താണ്ട കിടക്കുന്നു. നെയ്യോത്തിൽ ചവിട്ടുക അഭിഷേകത്തിന്റെ കുടക്കീഴാണ്. തറയിൽ വീണ് ഉരുളാൻ തുടങ്ങി. ഹല്ലേലൂയ. അഭിഷേകം നഷ്ടപ്പെട്ട, ദുഷ്ടതയാൽ നിറഞ്ഞ, കുലപാതകം വഹിക്കുന്ന ശൗല് പറഞ്ഞു, ഇതുകൊണ്ട് ഞാൻ കീഴടങ്ങുകയില്ല, ഞാൻ തന്നെ പോയി പിടിച്ചുകൊണ്ട് വരും. ശൗല ഗൗരവത്തിൽ വന്നു. നെയ്യോത്തിന്റെ പരിധിയിൽ കയറുകയും തറയിൽ മറിഞ്ഞു വീണ് ഉരുളാൻ തുടങ്ങി. അവൻ ദാവീദിന്റെ അടുക്കൽ വരെ ഉരുണ്ടു. What am I touching? The umbrella of the anointing. ദുഷ്ടന്റെ മേൽ വരെ പകരുന്ന ദൈവശക്തി, ദുഷ്ടന്റെ മേൽ വരെ പകരുന്ന ദൈവശക്തി ദൈവിക ഉദ്ദേശത്തിന് വേണ്ടിയാ. അവൻ വീണ് കിടന്ന് ഉരുളാൻ തുടങ്ങി. അവൻ്റെ വസ്ത്രമെല്ലാം അഴിഞ്ഞുപോയി. ശൗലിന് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ആത്മവിവശതയുടെ അങ്ങേ അറ്റത്തെത്തി. വസ്ത്രമില്ലാതെ ശൗലിൻ്റെ മുമ്പിൽ വന്നു കിടന്ന് ഉരുണ്ട് പ്രവചിക്കയാ. പിടിച്ചോണ്ട് വന്നവനെ നിനക്കെന്നാ പറ്റിയടാ? ആരേലും ഒന്ന് പിടിച്ചെഴുന്നേപ്പിച്ചാൽ പറ്റൂ. അതാണ് ആത്മാവിൻ്റെ വ്യാപാരം. അബ്രഹാമിൻ്റെ കൂടെ ലോത്ത് കൂടി. ദൈവത്തോട് ഇടപെടുന്ന അബ്രഹാം, ദൈവത്തിൻ്റെ ആലോചനയിൽ നടക്കുന്ന അബ്രഹാം, ദൈവത്തോട് ചേർന്ന് നടക്കുന്ന അബ്രഹാം, ദൈവാലോചന അനുസരിച്ചതല്ലെങ്കിൽ അബ്രഹാം കൂട്ടിക്കൊണ്ട് വന്നതിനാൽ കൂടിറങ്ങിയവനായ ലോത്ത് രണ്ടുപേരെ ദൈവം അനുഗ്രഹിക്കാൻ തുടങ്ങി. ഇന്ന് പകൽ ചിലതിനെ ദൈവം അഭിഷേകത്തിന്റെ മറവിൽ നിൽക്കുന്നതിനാൽ അനുഗ്രഹിച്ചതിന്റെ അർത്ഥം ആ അനുഗ്രഹം നിലനിൽക്കുമെന്നല്ല, അനുഗ്രഹം എന്നും പോകുമെന്നല്ല, അത് പോകണം. അതിനുവേണ്ടി നമുക്കൊന്ന് ക്രമീകരിക്കപ്പെടാം. രണ്ടുപേരും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്തു. അബ്രഹാമിന്റെ പ്രത്യേകത, എന്നും ഒരിടത്തങ്ങിരിക്കയില്ല. 50 കൊല്ലത്തിന് മുമ്പിലത്തെ വെളിപ്പാടയിൽ അങ്ങേര് നിർത്തുകയില്ല. അബ്രഹാം യാത്ര തുടരുകയാ. അബ്രഹാമിൻ്റെ യാത്ര ദൈവം കൊടുക്കുന്ന ഗൈഡൻസാ. എവിടം വരെ പോകും അബ്രഹാമേ? ദൈവം കൽപ്പിച്ച ഇടം വരെ പോകും. എവിടാന്നറിയാമോ? കാനാനി വരെ ഞാൻ പോകും. അബ്രഹാമിനെ സ്ഥലപ്പേരന്ന് അറിഞ്ഞുകൂടാ. കർത്താവ് ഇത്രേ പറഞ്ഞോളൂ, കാണിപ്പാനിരിക്കുന്ന ഇടം എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ വാഗ്ദത്തത്തിന് കൂട്ടവകാശികൾ ഉണ്ടാകുന്നത് വരെ താൻ യാത്ര ചെയ്യുകയാണ്. പക്ഷെ പോയിടത്തൊക്കെ അബ്രഹാം ഒരു കാര്യം ചെയ്തു, ഓരോ കൂടാരം അടിച്ചു. ആ കൂടാരത്തോട് ചേർന്ന് ഒരു യാഗപീഠം പണിതു. പ്രൈസ് ദ ലോർഡ്. അബ്രഹാം കൂടാരം നീക്കി അടിച്ചു. ഓരോ കൂടാരത്തോടും ചേർന്ന് ഓരോ യാഗപീഠം. യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. എൻ്റെ ദൈവമേ, ലോത്തിന്റെ കാലം കഴിഞ്ഞ ശേഷം യഹോവയുടെ നാമത്തിൽ ആരാധിക്കുന്ന ഒരുത്തനെ ദൈവം വിളിച്ചോണ്ട് വരികയാ. അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങി. ലോത്തി ആരാധനയെ കൂട്ടുകൂടുന്നുണ്ട്, കൈയടിക്കുന്നുണ്ടാവാം, പാടുന്നുണ്ടാവാം, പങ്കെടുക്കുന്നുണ്ടാവാം, ആട്ടിൻകുട്ടിയെ പിടിച്ചുകൊണ്ടിരാൻ സഹായിച്ച് കാണാം. ഐ ഡോണ്ട് നോ. കുറഞ്ഞ പക്ഷേ എതിർത്തിട്ടില്ല. കാര്യം അബ്രഹാമാണ് കുടുംബനായകൻ. ഒരു തകരാറുമില്ല. പാടാമോനെ പ്രാർത്ഥിക്കാണ്ടിരിക്കുക. വന്നിരുന്നേ, കൈയടിയുടെ അടിച്ചേ. യാതൊരു ശല്യവുമില്ല. അബ്രഹാമിനോട് ചേർന്ന് ഇവനെ ആരാധിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം അബ്രഹാമിൻ്റെ ജീവിതം പരാജയപ്പെട്ടു. ഗോഡ്, അബ്രഹാമോ? അതെന്നെ അബ്രഹാം, നമ്മുടെ പിതാവായ അബ്രഹാം താൻ പരാജയപ്പെട്ടു. ദേശത്ത് കഠിനമായ ക്ഷാമമുണ്ടായി. ആടുകൾക്ക് ആഹാരം കൊടുക്കാനില്ല, തനിക്ക് കഴിക്കാൻ ആഹാരമില്ല. തൻ്റെ വീട്ടിൽ അടിമകളുണ്ട്, അതിനകത്ത് കുഞ്ഞുങ്ങൾ അടിമകൾക്ക് മക്കൾ പിറക്കുന്നുണ്ട്, ആഹാരമില്ല. അബ്രഹാം ഒരു കാര്യം ചെയ്തു, എവിടെയും പോയേ മതിയാകൂ. അതുകൊണ്ട് ദൈവത്തോട് ആലോചന ചോദിക്കാതെ മിസ്രൈമിലേക്ക് തിരിച്ചു. നമ്മുടെ ജീവിതത്തിൽ കാഴ്ചപ്പാടുകൾ തെറ്റിയിട്ടില്ലേ? ഉണ്ടെന്നേ. ആ മിസ്രൈമിൽ പോയതിന് ദൈവം പലിശ തീർത്ത് അങ്ങ് കൊടുത്തു.
മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ അടുക്കൽ എത്തിയതോടെ, അല്ലെങ്കിൽ മിസ്രയീമിൽ എത്തിയതോടെ അബ്രഹാമിന് പിടികിട്ടി, ദേശം ഇത് ശരിയല്ല, എൻ്റെ ഭാര്യയാണെങ്കിൽ സൗന്ദര്യമുള്ളവളാണ്. സൗന്ദര്യമുള്ളവർ, ആ പദം ഭയങ്കരമാണ് കേട്ടോ. ഒരിക്കലും ഒരു കർത്താവിൻ്റെ ദാസൻ ഇവിടെ വെച്ചെടുത്തതാ എൻ്റെ അകത്തത് കയറി. പ്രായം എന്നാ വരുമെന്നറിയാവോ? 70 വയസ്സടുത്തുണ്ട് സാറയ്ക്ക്. ആ പ്രായത്തിൽ വേറൊരുത്തൻ കണ്ടാൽ ആകർഷിക്കത്തക്ക സൗന്ദര്യം ഉണ്ടോ? ഉണ്ടെന്നേ. എവിടുന്ന് വന്നതാണെന്നറിയാമോ? ഈ സാറയ്ക്ക് വർഷം എത്ര കഴിഞ്ഞാലും ഞാൻ തരുന്നൊരു കുഞ്ഞുണ്ടാകുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ അവളുടെ യൗവനം സൂക്ഷിക്കപ്പെടുക. ദൈവം ഒരുപാട് പേർക്ക് സൗന്ദര്യവും അതിൻ്റെ മഹിമയും അതിൻ്റെ തേജസ്സും അതിൻ്റെ സൗന്ദര്യവും തന്നിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നശിപ്പിക്കരുതേ, ദുർവിനിയോഗം ചെയ്യരുതേ. ഐ റിപ്പീറ്റ്, ദുർവിനിയോഗം ചെയ്യരുതേ. സാറയെ കണ്ട് നാട്ടുരാജാവ് ഫറവോൻ അവളെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി തനിക്ക് ഭാര്യയാക്കി. അബ്രഹാം വഴിതെറ്റിപ്പോയതിന് തക്ക ശിക്ഷ മാറിടത്തിൽ തിരിച്ചെടുത്തു. ഞാൻ വഴിതെറ്റിപ്പോയാൽ ദൈവം ശിക്ഷിച്ചിരിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ തനിക്ക് സമ്പത്ത് ലഭിച്ചത് വേറെ കാര്യം. അബ്രഹാം തിരിച്ചു വന്നു. ആദിയിൽ തനിക്ക് കൂടാരമുണ്ടായിരുന്ന മെമ്രയുടെ തോപ്പിനടുത്ത് വന്ന് അബ്രഹാം വീണ്ടും കൂടാരമടിച്ചു. കർത്താവേ, മടങ്ങി വരുന്നു. ഇന്ന് പകൽക്കാലം തെറ്റിയെന്ന് ഉറപ്പുള്ളവർ മടങ്ങി വരാൻ തയ്യാറാകും. എൻ്റെ ജീവിതത്തിൽ പരാജയം പറ്റി, അത് പോട്ടെ, അത് ദൈവം ക്ഷമിച്ചെന്ന് പറയാനല്ല. നോ, മടങ്ങി വരുവാൻ. ഒരിക്കലും ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ രൂപമേ എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിൻ്റെ 5 വയസ്സോ 4 വയസ്സോ ഉള്ള ഒരു കുഞ്ഞിനെ ഒരു ഉടുപ്പെടുക്കാൻ ഇടാൻ ഏൽപ്പിച്ചു. കുഞ്ഞിൻ്റെ ഉടുപ്പെടുത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തേച്ച് പറഞ്ഞു, എളുപ്പമിടാ, മീറ്റിങ്ങിന് വന്നു. ബഥേലിൽ മീറ്റിങ്ങിന് വരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞതാ, എൻ്റെ കുഞ്ഞിനെ ഉടുപ്പിടാൻ ഏൽപ്പിച്ചു. പക്ഷെ കുഞ്ഞ് ഉടുപ്പിട്ട് വന്നപ്പോൾ തേണ്ട കിടക്കുന്നു, ബട്ടണെല്ലാം ഇതിലെയും ബട്ടണെല്ലാം നേരെ അല്ലാത്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഗ്യാപ്പ്, ഒരിടത്ത് നീളക്കൂടുതൽ, ഒരിടത്ത് നീളക്കുറവ്. കുഞ്ഞ് എത്ര നോക്കിയിട്ടും ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 4 വയസ്സുള്ള കുഞ്ഞാണ്, ബട്ടണൊക്കെ കറക്റ്റാ, പക്ഷെ ഇത് ശരിയാകുന്നില്ല. ഇന്നലെ ഇട്ടപ്പം ശരിയായിരുന്നു, ഇന്ന് ശരിയാകുന്നില്ല. അവസാനം അപ്പം വന്ന് വെച്ചൊരു കാര്യം പറഞ്ഞു, മോനെ അഴിക്കടാ, നീ ഇട്ടിടത്തോളം ബട്ടൺ അഴിക്കുക, അല്ല ഒരു നിവൃത്തിയുമില്ല. ആര് നോക്കിയാലും കറക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല, ബട്ടൺ തിരിച്ചഴിക്കാതെ ഒക്കത്തില്ല. കുഞ്ഞ് ബട്ടൺ മുഴുവൻ തിരിച്ചഴിച്ചു. എന്നിട്ട് പറഞ്ഞു, ആദ്യത്തെ ബട്ടൺ ആദ്യമിട്. കഴിഞ്ഞു. പിന്നെ ഒരു ശല്യവും ഇല്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ അഴിച്ചുപണി ആവശ്യമുള്ളവർ, ഞാൻ പറഞ്ഞാൽ ഇത് വളരെ പ്രായോഗികമായ ഒരു മെസ്സേജാണ്. ഈ ഒരാഴ്ച മുഴുവൻ എൻ്റെ ഹൃദയത്തിൽ ദൈവം ഇങ്ങനെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ മെസ്സേജ്. എൻ്റെ ജനത്തോട് പറ, കാര്യം ഇന്നൊരു റിസ്റ്റോറേഷൻ നടക്കണം. അഴിക്കേണ്ടത് അഴിച്ച് മതിയാകൂ, പൊളിക്കേണ്ടത് പൊളിച്ച് മതിയാകൂ, ഒന്നാമത് ചെയ്യേണ്ടത് ഒന്നാമത് ചെയ്തേ മതിയാകൂ. ദൈവം അബ്രഹാമിനെ തിരിച്ചു കൊണ്ടുവന്നു, ആദ്യത്തെ കൂടാരത്തിൻ്റെ സ്ഥലത്തെത്തിച്ചു. എന്നിട്ട് യഹോവ വെളിപ്പെട്ടേച്ച് പറഞ്ഞു, അബ്രഹാമേ, നീ ഇവിടെ താമസിച്ചോണം. അവരുടെ വസ്തുവകകൾ വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ ഇനി അങ്ങോട്ട് താഴോട്ട് അധികം ഇറങ്ങാൻ പോകുന്നില്ല. രണ്ടുപേരും കൂടെ ഒരുമിച്ച് താമസിച്ചു. രണ്ടുപേരുടെയും വസ്തുവകകൾ വർദ്ധിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, ലോത്തെ, ഞാൻ പ്രതീക്ഷിക്കാത്തൊരു പ്രശ്നം കാണുന്നു. നിന്റെ ഇടയന്മാരും എൻ്റെ ഇടയന്മാരും കൂടെ ശല്യം ഉണ്ടാക്കുന്നു. നമ്മെ വഹിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് നാം ദേശത്ത് വർദ്ധിച്ചു. ദേശത്ത് വർദ്ധിക്കുന്നതിൻ്റെ ഇടയ്ക്കും പ്രശ്നമൊക്കെ ഉണ്ടില്ലെന്നല്ല, നാം ദേശത്ത് വർദ്ധിച്ചു. പക്ഷെ ഇപ്പോൾ ഇടയന്മാർ തമ്മിൽ അടിയിടുന്നു. അത് നമുക്ക് ശരിയാകില്ല. നിന്നെ കണ്ടാൽ മിണ്ടാതെ നടക്കാൻ എനിക്ക് ഒക്കത്തില്ല. നാം സഹോദരങ്ങളാ. സത്യത്തിൽ സഹോദര പുത്രനാ, പക്ഷെ രക്തത്തിൻ്റെ വില ഓർത്തുകൊണ്ട് പറഞ്ഞു, നാം സഹോദരങ്ങളാ. അതുകൊണ്ട് ഞാൻ നിനക്കൊരു ഓപ്ഷൻ തരാം, നിനക്ക് തിരഞ്ഞെടുക്കേണ്ടത് തിരഞ്ഞെടുക്കാം. എന്നും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ചൊറുക്കയുമായി തുടരാനൊക്കത്തില്ല. നമ്മൾ പിരിഞ്ഞേ പറ്റൂ. നീ സഹോദരൻ എന്ന നിലവാരത്തിൽ നിന്നോട് പിരിയാൻ പോകുകയാ. ഇതുവരെ നീ എൻ്റെ കൂടെ നടന്നു, ഞാൻ അരുന്നേ പറഞ്ഞതിനെയും എൻ്റെ മേലുള്ള അഭിഷേകമാണ് നിനക്ക് സ്വത്തുണ്ടാക്കി തന്നത്, അതുകൊണ്ട് ഇവിടെ വെച്ചേച്ച് നിനക്ക് പോകാം. നോ, അബ്രഹാം അങ്ങനെയല്ല പറഞ്ഞത്. നിന്റെ സ്വത്ത് നിനക്കിരിക്കട്ടെ, ദേശവും ഞാൻ നിന്റെ മുമ്പിൽ തരികയാ. എന്നെയോ ദൈവം വിളിച്ചത് നിന്നെ അല്ല. പക്ഷെ എൻ്റെ കൂടി ഇതുവരെ യാത്ര ചെയ്തവനെ യോഗ്യമായി പിരിയാമടാ. ദേശം ഇതാ നിന്റെ മുമ്പിൽ, നിനക്ക് തിരഞ്ഞെടുക്കാം. നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ കിഴക്കോട്ടെങ്കിൽ ഞാൻ പടിഞ്ഞാറോട്ട്. നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. നീ തിരഞ്ഞെടുക്കുന്നത് നിന്റേതാ. എന്താ അബ്രഹാമെ അങ്ങനെ പറഞ്ഞത്? എൻ്റെ ദൈവം ഇപ്പോഴും കൂടെ ഉണ്ടെന്ന്. He can do it once again. He can redo it again. എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതിനാൽ. അബ്രഹാമെ 19 വയസ്സായില്ലേ? ആയെന്നേ. പക്ഷെ എൻ്റെ ദൈവം ഇപ്പോഴും കൂടെ ഉണ്ട്. ദൈവത്തിന് വയസ്സായിട്ടില്ല.
ഇന്ന് പകൽക്കാലം എം എ വർഗീസ് ഉൾപ്പെടെ ശരീരത്തിന്റെ ബലം കുറഞ്ഞുവെന്ന് തോന്നി തുടങ്ങുന്നവരോട് ഒരു റിസ്റ്റോറേഷന്റെ ആലോചനയാകട്ടെ. ദൈവത്തിന് വയസ്സാകത്തില്ല, പ്രായമായിട്ടില്ല, ഇനിയും ദൈവത്തിന് ചെയ്യാൻ കഴിയും. ഇന്ന് പകൽ ഇതൊരു തിരുവചന സന്ദേശം മാത്രമല്ല, ഇതൊരു വചന ശുശ്രൂഷ കൂടെയാകയാൽ ഈ സമയത്ത് ചില ശരീരങ്ങളിന് മേൽ ദൈവിക ആരോഗ്യം റിസ്റ്റോർ ചെയ്യുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാ. വിളിക്കപ്പെട്ട ദൈവവൈതലേ, ദൈവിക ഉദ്ദേശത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവൈതലേ, ആരോഗ്യം നിങ്ങളുടെ മേൽ റിസ്റ്റോർ ചെയ്യപ്പെടട്ടെ. ദൈവിക ആരോഗ്യം തൻ്റെ മേൽ വരും. ഐ ക്യാൻ ഡു ഇറ്റ് ഓൾ അറൗണ്ട് അഗെയിൻ. കാര്യം ദൈവം എൻ്റെ കൂടെ ഉണ്ട്. നിനക്കിഷ്ടമുള്ള തിരഞ്ഞെടുക്ക്. ലോത്തൊന്നും നോക്കി തല ഉയർത്തി നോക്കി എന്ന് ബൈബിളിൽ അനേക ഇടത്തുണ്ട്. ഇയാൾ തല ഉയർത്തി അല്ല നോക്കിയത്, തല താഴ്ത്തിയാണ് നോക്കിയത്. കാര്യം എൻ്റെ നോട്ടം ലോകത്തോട് ബന്ധപ്പെട്ടതാ. ലോകത്തോട് ബന്ധപ്പെട്ട നോട്ടത്തെ തല ഉയർത്തി എന്ന് തിരുവചനത്തിൽ വിളിച്ചിട്ടില്ല. തല ഉയർത്തി നോക്കുന്നത് ദൈവവുമായി ബന്ധപ്പെട്ട നോട്ടമാണ്. ഇവൻ തലയൊന്ന് താഴ്ത്തി നോക്കി എന്ന് ഞാൻ അങ്ങ് ചേർത്തോട്ടെ. ഇയാളൊന്ന് നോക്കി, അത്രേ ബൈബിളിലുള്ളൂ. ആ നോക്കിയ നോട്ടത്തിൽ നീരോട്ടമുള്ളതും പ്രധാനപ്പെട്ടതും മൊത്തം കണ്ടു. അവൻ പറഞ്ഞു, ഇതുപോലൊരു ചാൻസോ കൈയിട്ട് വരാൻ, ഇതുപോലൊരു അവസരമോ കൈയിട്ട് വരുന്ന അവസരം അണ്ട് അതല്ല എനിക്കിതാ, എടുത്തു. നീരോട്ടമുള്ളതെന്ന് കണ്ട പ്രദേശം അവൻ തിരഞ്ഞെടുത്തു. നോട്ടത്തിൽ തെറ്റിയവർ പലരുണ്ട് കേട്ടോ. ഹൗവ നോട്ടത്തിൽ തെറ്റിയവളാ. ഇന്ന് ഞാൻ അങ്ങോട്ട് പോകത്തില്ല. ക്ഷണികരാണ് ഇവര്. ആകയാൽ ക്ഷണികർ, നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്ന് ചിന്തിച്ചായിരുന്നു ഈ ക്ഷണികരുടെ പ്രത്യേകത. വചനം സന്തോഷത്തോടെ കൈക്കൊള്ളുമെങ്കിലും ധനത്തിൻ്റെ മോഹം, ജഡത്തിൻ്റെ മോഹം, പണത്തിൻ്റെ വഞ്ചന, ഒരു 10 രൂപ ഉണ്ടാക്കാമെന്ന് കാണുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് കയറി വീഴുക. വേറൊന്നും ആലോചിക്കാതെ അവൻ തിരഞ്ഞെടുത്തു. ക്ഷണികരായ പലരുമുണ്ട്. ഔവായി ഒന്ന് തിരഞ്ഞെടുത്ത് നമുക്കറിയാം. സ്വന്തം നോട്ടത്തിൽ ഉൽപ്പത്തി 3 തൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതിൽ ഭംഗിയുള്ളതൊന്ന് തോന്നിയത് അങ്ങ് പറിച്ചു. കൽപ്പന വിഷയമല്ല. കൊണ്ട് തിന്നു, വിഷയമല്ല. കൊടുത്തു, കൽപ്പന വിഷയമല്ല. സകലതും കളഞ്ഞു കുളിച്ചു. ആഖാൻ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി. ഒരു ജനതതി നഷ്ടത്തിലായി. ഇന്ന് പകൽ ഞാൻ നിങ്ങൾ നടത്തുന്ന തെരഞ്ഞെടുപ്പ് മാനവവർഗത്തെ മൊത്തം നശിപ്പിച്ച് ഹവ്വായുടെ തെരഞ്ഞെടുപ്പ് പോലെയോ, ഒരു ഇസ്രായേൽ ജനത്തെ മുഴുവനും വലച്ചു കളഞ്ഞ ആഖാനെ പോലെയോ, ഒരു ഊണിന് വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ് സ്വന്തം ഭാവി നശിപ്പിച്ച ഏശാവിനെ പോലെയോ, കാശിന് വേണ്ടി പ്രവചിച്ച് ലോകചരിത്രത്തിൽ മാറാതെ നിൽക്കുന്ന ബിലയാമിനെ പോലെയോ ഇന്ന് പകൽ പോകല്ലേ. നോ, തലമുറയെ നശിപ്പിച്ച ലോത്തിനെ പോലെ പോലും തിരഞ്ഞെടുപ്പ് പോകരുത്. ദൈവത്തോടുകൂടെ തിരഞ്ഞെടുത്തവർക്കായി ദൈവത്തിന് സ്തോത്രം. തിരഞ്ഞെടുപ്പ് ഭയങ്കരമാണ്. തിരഞ്ഞെടുപ്പ് വിലപ്പെട്ടതാ. ഒരുമിച്ചിറങ്ങിയ അബ്രഹാം ദൈവം പറഞ്ഞ വഴി അനുസരിച്ച് നടന്നപ്പോൾ കൂടിറങ്ങിയ ലോത്ത് ലോകപ്രകാരം തൻ്റെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തു. ഇന്ന് പകൽക്കാലം എൻ്റെ തിരഞ്ഞെടുപ്പ് തെറ്റിയെന്ന് മനസ്സിലാകുന്നവർ ഇന്ന് പകൽ മടങ്ങി വരിക. തിരഞ്ഞെടുക്കേണ്ടവർ ദൈവത്തോട് ചോദിച്ചു മാത്രമേ തിരഞ്ഞെടുക്കാവൂ. അവർ തമ്മിൽ പിരിഞ്ഞു. അബ്രഹാമും ലോത്തും തമ്മിലുള്ള പിരിച്ചിൽ, നീ ഇടത്തോട്ട് ഞാൻ വലത്തോട്ട്, എൻറ്റയർലി ഡിഫറെന്റ് ഡിറക്ഷൻസ്. നീ പോകുന്നതിനെ ഞാൻ വരത്തില്ല, ഞാൻ അവിടുന്ന് വ്യത്യസ്തനാ. ഞാൻ 2 പടി പുറകെ വരാമെന്നല്ല, ഞാൻ നിന്നോട് പാരലായി സ്വല്പം ഇപ്പുറത്തോടെ നടക്കാമെന്നല്ല. ഈ പൗലൂസ് പറയുമ്പോൾ പറയുന്നൊരു പദമുണ്ട്, ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടുപോയി. ഉപദ്രവങ്ങൾ നേരിട്ടപ്പോൾ ഉണർവ് കണ്ട് എൻ്റെ കൂടെ കൂടിയ ആസ്യക്കാർ, ആ പദം മറക്കല്ലേ, ദൈവാത്മാവ് ഇടപെടുക. ഉണർവ് കണ്ട് എൻ്റെ കൂടെ കൂടിയ ആസ്യക്കാർ പൗലോസ് കയറി ചെല്ലുന്ന ഇടങ്ങളിൽ ദുരാത്മശക്തികൾ കീഴടങ്ങുന്നു. മരിച്ച വ്യക്തി ഉയർക്കുന്നു, രോഗസൗഖ്യങ്ങൾ നടക്കുന്നു, തർക്കിച്ച് അനേകരെ കീഴടക്കുന്നു, ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. ജനം കൂട്ടമായി മാനസാന്തരപ്പെടുന്നു. മന്ത്രവാദികളുടെ മാന്ത്രിക ശക്തികൾ തകരുന്നു, ദുർഭൂതങ്ങൾ വിട്ടുപോകുന്നു. ഉണർവ് കണ്ടതോടെ ആസ്യക്കാർ കൂടെ കൂടി. പക്ഷേ പിടിക്കപ്പെട്ട പൗലോസ് തന്റെ രാജാവിന്റെ മുമ്പിൽ വിസ്താരത്തിന് ചെല്ലുമ്പോൾ ന്യായം കിട്ടിയില്ല എന്ന് കണ്ടതോടെ ആസ്യക്കാരെല്ലാവരും എന്നെ വിട്ടുപോയി. ഏത് ദൈവവേദനും പ്രയോജനം കാണാത്തപ്പോൾ വിട്ടുപോകുന്നവർ പരിചയമാ. അവിടെ കൊണ്ട് മാറിയേക്കാം. പൗലോസ് തുടർന്ന് പറഞ്ഞു, ദേമാസ് എൻ്റെ കൂടെ ഇറങ്ങിയവനാ. ഞങ്ങൾ 2 പേരും ഒരുമിച്ച് വേലക്കിറങ്ങിയതാ. ദേമാസ് എൻ്റെ കൂടെ ഇറങ്ങിയവനാ. അവൻ ഇപ്പോഴും വേലയെ തന്നെയാ. കൊലോസിയയിലേക്ക് അങ്ങ് പോയി. അവിടെ സുവിശേഷം വരെയാ, ഭയങ്കര വേലയാ. പക്ഷെ കാര്യം എന്നാന്നറിയാമോ? അവൻ ലോകത്തെ സ്നേഹിച്ചു.
ദേമാസ് ദൈവത്തെ സ്നേഹിച്ചില്ല. ഞാൻ ഇന്നും ദൈവ സ്നേഹത്തിൽ നിൽക്കുമ്പോൾ അവൻ ലോകത്തെ സ്നേഹിച്ചതിനാൽ ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ടുപോയി. ഒത്തിരി പേര് സുവിശേഷ വേലയില, പക്ഷെ ലോകസ്നേഹത്തിന്റെ ഫലമാ. ഒരുപാട് പേര് കർത്താവിന്റെ വേലയില. പൗലോസേ, നീ ഇതുവഴി പോ, എനിക്ക് കാശ് അവിടെ കിട്ടും, അതുകൊണ്ട് ഞാൻ അതുവഴി തിരിയുക. അനേകർ വിട്ടുപോകാറുണ്ട്. ലോത്തിന്റെ വേർപാടും അബ്രഹാമിന്റെ വേർപാടും ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരുന്നെങ്കിൽ ദേമാസും പൗലോസും തമ്മിൽ വേർപിരിഞ്ഞത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ല, ഓൾമോസ്റ്റ് പാരലൽ പാത്തിലാ. പക്ഷെ ഇന്ന് ഞാൻ എങ്ങനെ പോകും? ഞാൻ അബ്രഹാമിനോട് പറ്റി നിൽക്കുന്ന കൂട്ടത്തിലോ, ദൈവത്തോട് കൂടെയോ, അതോ പാരലൽ? ഒരല്പം ഒന്ന് വാളിത്തിരിഞ്ഞ് ഞാനിപ്പോൾ അങ്ങോട്ട് നിൽക്കുന്നില്ല, മാറാൻ പോകുകയാ. ലോത്തും അബ്രഹാമും രണ്ടുപേരും സമ്പന്നരായി. കാരണം അബ്രഹാമിന്റെ പേരുള്ള അഭിഷേകത്തിന്റെ ഗൗരവം. ഈ സമ്പത്തെല്ലാം എടുത്തുകൊണ്ട് ലോത്ത് ദൈവത്തെ വിട്ടുപോകുക. ഉൽപ്പത്തി പുസ്തകം 13:12 വായിക്കണ്ട. ലോത്തും കൂടാരം നീക്കി അടിച്ചു, അബ്രഹാം കൂടാരം നീക്കി അടിച്ചു. അവിടെയൊക്കെയും ഓരോ യാഗപീഠം പണിതു, ദൈവത്തെ ആരാധിച്ചു. ചിലയിടത്തെ യഹോവ നേരിട്ട് പ്രത്യക്ഷനായി അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ലോത്തും കൂടാരം നീക്കി അടിക്കാൻ പഠിച്ചു. അബ്രഹാമിന്റെ കൂടെ നടന്നപ്പോൾ ലോത്ത് പലതും പഠിച്ചു. ഇന്ന് പകൽ നാം ആയിത്തീർന്ന കൊടക്കീഴിൽ നിന്ന് പലതും പഠിച്ചു. ലോത്ത് പല നല്ല കാര്യങ്ങളും ചെയ്തു. ഒന്ന്, അവൻ കൂടാരം നീക്കി അടിച്ചു. പക്ഷേ ഒരു വിളിയിൽ ഉൾപ്പെടാത്തവനാകയാൽ ആരാധന നടന്നില്ല. അബ്രഹാം കൂടാരം നീക്കി അടിച്ചിടത്തൊക്കെ യാഗപീഠം പണിതു, ലോത്ത് യാഗപീഠം പണിതില്ല. ലോത്ത് കൂടാരം നീക്കി അടിച്ചു. ഒടുവിൽ സോദോം വരെ എത്തി. സോദോം ദുഷ്ടന്മാരുടെ ഇടമായിരുന്നു. സോദോം ദുഷ്ടന്മാരുടെ ഇടമായിരുന്നു. ഞാൻ അവിടെ മടങ്ങി വന്നോളാം. അബ്രഹാമിന്റെ ജീവിതത്തിൽ പല തെറ്റുപറ്റി. ലോത്തിന് തെറ്റിക്കിടക്കുക ഇപ്പോഴ്. അബ്രഹാമിന്റെ ജീവിതത്തിൽ പല തെറ്റുപറ്റി. ദൈവം ഓരോന്നിൽ നിന്ന് അബ്രഹാമിനെ വിടുവിച്ചു. ഒന്ന്, അബ്രഹാം മിസ്രയീമിലേക്ക് പോയി. രണ്ട്, അബ്രഹാം തൻ്റെ ഭാര്യയുടെ വാക്ക് കേട്ട് അരുതാത്തൊരു സ്ത്രീയുമായി അല്ലെങ്കിൽ ദാസിയുമായി ബന്ധപ്പെട്ടു. ആ കുഞ്ഞിനെ കൂടെ കുറെ നാളൊക്കെ വീട്ടിൽ വളർത്തി. അബ്രഹാമിന്റെ ജീവിതത്തിലും പല തെറ്റുകൾ സംഭവിച്ചു. ശിക്ഷയോടുകൂടെ ദൈവം തിരിച്ചു കൊണ്ടുവന്ന് ഒടുവിൽ അബ്രഹാമിനൊരു ടെസ്റ്റ് ഇട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനെ കൊണ്ടുവന്ന് മോറിയ എന്ന പർവ്വതത്തിൽ എനിക്ക് വേണ്ടി ബലി കഴിക്കുക. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മകനെ കൂട്ടി യാത്ര ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞു, 4-5 പ്രാവശ്യം തോറ്റെങ്കിലും ജയിച്ച അബ്രഹാമെ ജയിച്ചു. നിന്റെ സന്തതിയുടെ മേൽ ഞാൻ ഒരു അനുഗ്രഹം തരികയാ. അവിടെയും ഇവിടെയും വീഴ്ച സംഭവിച്ച ദൈവ പൈതലേ, എന്റെ ജീവിതത്തിലും സംഭവിച്ചു. തിരിച്ചു കൊണ്ടുവന്ന് ജയിക്കുന്നത് വരെ ടെസ്റ്റുകൾ ആവർത്തിച്ച ദൈവത്തിന് നന്ദി, സ്തോത്രം. ഒരു പരീക്ഷയിൽ ഒന്ന് തോറ്റതുകൊണ്ട് ഡിസ്ക്വാളിഫൈഡ് ഫോർ എവർ എന്ന് പറഞ്ഞ് തള്ളാതെ ജയിക്കുന്നത് വരെയും പരീക്ഷയിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ചിലർ എൻ്റെ പേർക്ക് എഴുതാറുണ്ട്, പാസ്റ്ററെ 7ാമത്തെ ചാൻസാ കഴിഞ്ഞു, ചിലർ 5ാമത്തെ ചാൻസാ കഴിഞ്ഞു, എൻ്റെ ലാസ്റ്റ് ചാൻസാ കഴിഞ്ഞു, ഇപ്രാവശ്യമേലും ജയിക്കാൻ പ്രാർത്ഥിക്കണം. ഇന്ന് പകൽക്കാലം ലാസ്റ്റ് ചാൻസ് കഴിയാത്തവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. മടങ്ങി വാ, നമ്മെ ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. മടങ്ങി വാ, നമ്മെ ജയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഇന്നത്തെ മെസ്സേജിന്റെ ഒരു സന്ദേശം ഇതാ. ഒരുമിച്ചിറങ്ങിയവരിൽ ഒരുവൻ അധർമ്മത്തിലേക്ക് മാറി, വേറൊരുത്തൻ ദൈവിക പദ്ധതിയിലേക്ക് മാറി. ഇതിനകത്ത് പോയ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് അടുത്തൊരു മെസ്സേജാണ് ഇന്ന്. ചാൻസ് തീർന്നിട്ടില്ലാത്തവർ മടങ്ങി വരിക. റീടെസ്റ്റ് തരുന്ന ദൈവം, ജയിക്കുന്നത് വരെ ടെസ്റ്റ് നടത്തുന്ന ദൈവം. അതെ, അവൻ മടങ്ങി വന്നു. പക്ഷെ തൻ്റെ ഭാര്യ തനിക്ക് 2 പ്രാവശ്യമെങ്കിലും നഷ്ടപ്പെട്ടു. 2 വ്യക്തികളുടെ കൂടെ സാറ് പോകേണ്ടതായി വന്നു. പക്ഷെ ദൈവം അതിൽ നിന്നെല്ലാം ഉദ്ധരിച്ചു വേർതിരിച്ചു. ഒന്ന് അനാവശ്യത്തിന് പോയതാ, വേറൊന്ന് ദൈവത്തിന്റെ പ്രമാണത്തിൽ നിൽക്കുമ്പോൾ വാഗ്ദത്ത ദേശത്ത് വെച്ച് അബീമലേക്ക് കൊണ്ടുപോയി. ഇന്ന് തൊടാനൊക്കത്തില്ല. ഒന്ന് മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ, അനുസരണക്കേട് കാണിച്ചു പോയപ്പോൾ ശിക്ഷയായി സംഭവിച്ചു. 2, വാഗ്ദത്ത ദേശത്ത് വന്ന് പാർക്കുമ്പോൾ അബീമലേക്ക് പിടിച്ചുകൊണ്ടുപോയി. പക്ഷെ അവിടെ തൻ്റെ ഭാര്യയ്ക്ക് ദോഷം വരാതെ അബീമലേക്കിനോട് ദൈവം ഇടപെടാൻ തുടങ്ങി. അബീമലേക്കിനോട് ദൈവം ഇടപെട്ടു. നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതിയിലെങ്കിൽ വീണെന്ന് തോന്നും, വീഴത്തില്ല. വീണെന്ന് തോന്നും, വീഴത്തില്ല. കൊന്നെന്ന് പറഞ്ഞ് വാളുകൾ ഉയർത്തും, വെട്ടത്തില്ല.
തകർന്നെന്ന് പറയും, തകരത്തില്ല. കാല് തെറ്റും, നിലംപരിയാകയില്ല. കാര്യം ദൈവിക പദ്ധതിയില്ല. പക്ഷെ മിസ്രൈമിൽ പോയത് അതല്ല. അതിൻ്റെ ദോഷകരമായ അനുഭവം അബ്രഹാമിനുണ്ടായി. ഇതെല്ലാമാണെങ്കിലും സാറ തിരിച്ചു വന്നു. സാറയിൽ നിന്ന് വാഗ്ദത്ത സന്തതി ജനിച്ചു. സാറ അബ്രഹാമിനോട് കൂടെ നടന്ന് സെർവ് ചെയ്തു. സാറ ഒടുവിൽ മരിച്ചു. സാറയെ വാഗ്ദത്ത കനാനിലെ മക്പേല നിലത്തിലെ ഗുഹയിലടക്കി. അബ്രഹാം വഴിതെറ്റി, ദൈവം ശിക്ഷിച്ചു. എന്നെ ശിക്ഷിച്ച ദൈവത്തിന് സ്തോത്രം. നമ്മെ ശിക്ഷിച്ച ദൈവത്തിന് സ്തോത്രം. തിരിച്ചു കൊണ്ടുവന്ന ദൈവത്തിന് നന്ദി. ജയിക്കുന്നത് വരെ ടെസ്റ്റ് ആവർത്തിച്ചു. എനിക്കൊരാളിനോട് സ്നേഹം തോന്നി അവനെ ജയിപ്പിക്കാൻ ടെസ്റ്റ് ഇടുകയാണെങ്കിൽ കട്ടി കുറഞ്ഞ ചോദ്യങ്ങൾ ചോദിക്കും. ദൈവം അങ്ങനെയൊന്നുമല്ല ചെയ്തത്. ഓരോ പ്രാവശ്യവും കട്ടി കൂടിയതാണ് ചോദിച്ചേ. ഒടുവിൽ ജയിച്ച തെറ്റ് ഓർമ്മയുണ്ടോ? നിന്റെ ഏകജാതനെ, നീ ഏറ്റവും സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ ഇവിടെ കൊണ്ട് യാഗം കഴിക്ക്. അതുപോലെ കട്ടിയുള്ള രണ്ടാമതൊരു ടെസ്റ്റ് ഇല്ല. ഇവിടെ ടെസ്റ്റിന്റെ ഗൗരവം കുറയ്ക്കുകയല്ല, എക്സാമിനിയെ ബിൽഡപ്പ് ചെയ്യുക. എന്നെ ബിൽഡപ്പ് ചെയ്ത് വളർത്തുകയാ. കഴിഞ്ഞതിനേക്കാൾ നിസ്സാരമായ ടെസ്റ്റ് കിട്ടിയത് കൊണ്ടല്ല ജയിച്ചത്, എന്നെ ദൈവം വളർത്തിയത് കൊണ്ടാണ് ജയിച്ചത്. ഇന്ന് പകൽ തികവിലേക്ക് നടത്തുന്ന ദൈവം ദിവസങ്ങൾ കഴിയും തോറും, നാളുകൾ കഴിയും തോറും നമ്മെ തികവിൽ നിന്ന് തികവിലേക്ക് നടത്തുന്നവനായ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. തികവിലേക്ക് നയിക്കും നടത്തുന്നവനായ ദൈവം ടെസ്റ്റ് ജയിച്ചു പറഞ്ഞു. ഒരൊറ്റ അനുഗ്രഹം, നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അനുസരിക്കുന്നുവെന്ന് വാസ്തവമായി ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഇതുവരെ പറഞ്ഞതായ സകല പ്രവചനങ്ങളും അതിന്റെ അടുത്ത ലെവലിലേക്ക് കയറ്റി പറയാം. അബ്രഹാമേ, നീ ബഹുജാതികൾക്ക് പിതാവാകും, ഈ ദേശം നിന്റെ സ്വന്തമാകും. ഞാൻ യഹോവയാണെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ യഹോവയാകയാൽ എന്നെ ചൊല്ലി ഞാൻ സത്യം ചെയ്യുക. പുതിയ നിയമത്തിലൊക്കെ പൗലോസ് ആ വാചകം എടുത്ത് പറയുന്നത്, തന്നേക്കാൾ വലിയ വേറൊരുത്തനെ കൊണ്ട് സത്യം ചെയ്യാനില്ല എന്നിട്ട്. ഞാൻ സാധാരണ പറയും, മലയാളികൾ, ഞാൻ പറയാറില്ല, മലയാളികൾ പറയുമ്പോൾ ഏറ്റവും കൂടിയ പദം പറയും എൻ്റെ അമ്മയാണ്. അമ്മയാണെന്നല്ല, അമ്മയെ കൊണ്ടാണ് ഇടും. ചിലരുടെ പിഞ്ചോമന കുഞ്ഞുങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്നവർ കുഞ്ഞിനെ കൊണ്ടാണ് ഇടും. ചിലർ ബൈബിൾ കൊണ്ടാണ് ഇടും. ദൈവമാകപ്പാടെ ആലോചിച്ച് നോക്കിയിട്ട് എന്തോ കൊണ്ടൊന്ന് ആണയിടണം. എന്നേക്കാൾ വലിയതെന്ന് ഞാൻ കരുതുന്ന ഒന്നിനെ കൊണ്ട് വേണം ആണയിടാൻ. തന്നേക്കാൾ വലിയവൻ ആരുമില്ലാത്തതിനാൽ തന്നെ കൊണ്ട് തന്നെ ആണയിട്ട ദൈവം. ഇന്ന് പകൽ വിളിക്കപ്പെട്ട ദൈവവൈതലേ, ദൈവം ദൈവത്തെ കൊണ്ട് ആണയിട്ടാ നിങ്ങളെ വിളിച്ചത്. ഞാൻ നടത്തിക്കോളാമെന്ന് ആ വിളിക്കൊത്തവണ്ണം പോയാൽ മതി. ഇച്ചിരൂടെ സ്പീഡിൽ പോയിക്കോട്ടെ. അബ്രഹാമിന് മക്കളെ ദൈവം കൊടുത്തു. മോനും അനുസരിച്ചു, ദൈവം മുമ്പിൽ നിന്നതിനാൽ ഈ വാഗ്ദത്തം അബ്രഹാമിന്റെ മകന്റെ മേലും വന്നു. നമുക്ക് ലോത്തിനെ ഒന്ന് നോക്കാം. ഒരുമിച്ചിറങ്ങിയതല്ലേ? കൂടാരം മാറ്റി മാറ്റി അടിച്ചു, സോദോം വരെ എത്തി. വാക്യങ്ങൾ ഇന്ന് വായിക്കാൻ ഒക്കത്തില്ല, എനിക്ക് ആശയുണ്ട്, നടക്കില്ല. കൂടാരം മാറ്റി മാറ്റി അടിച്ചു, സോദോം വരെ എത്തി. വഴിയിലെങ്ങും ഒറ്റ ആരാധന നടന്നില്ല, യഹോവ വെളിപ്പെട്ടിട്ടുമില്ല. സോദോമിലെത്തിയപ്പോൾ അവിടുത്തെ ആളുകൾ വളരെ നീചന്മാരും നികൃഷ്ടന്മാരുമാണ്. ഇയാളോർത്തി നികൃഷ്ടമായവന്മാരുടെ കൂടെ പാർക്കണോ അതോ പോണോ? ഇതുവരെ താമസിച്ചിരുന്ന അബ്രഹാമിന്റെ വീട്ടിലാ, തമാശല്ല, അബ്രഹാമിന്റെ വീട്ടില. എന്നാ നല്ല കമ്പനി, ചതിവില്ല, വഞ്ചനയില്ല, അനാവശ്യങ്ങൾ യാതൊന്നുമില്ല. ഇവിടെ ഈ നാട്ടിലോട്ടിറങ്ങിയപ്പോൾ അങ്ങനൊന്നുമല്ല. പക്ഷെ മറുവശം ഓർത്തു, അബ്രഹാമിന്റെ കൂടെ പോയാൽ ഒരു പക്ഷേ ആടിന്റെ പേർക്ക് വഴക്കിടേണ്ടി വരും. ഇവിടെയാണെങ്കിൽ സമ്പത്ത് ഇഷ്ടം പോലെ. അതുകൊണ്ട് ജീവിതം എതിലേലും പോട്ടെ, നമുക്ക് ഈ സമ്പത്ത് ഇഞ്ഞുണ്ടാക്കാം. നമുക്ക് ഈ സമ്പത്ത് ഇഞ്ഞുണ്ടാക്കാം. ഒരുപാട് ആലോചനകൾ അതിൻ്റെ പുറകിലുണ്ട്. ഞാൻ അത് തൊടുന്നില്ല, നിൽക്കത്തില്ല, സമയം തികത്തില്ല. അതുകൊണ്ട് അവൻ സമ്പത്തിന് വേണ്ടി നിന്നു. ലോക സൗകര്യങ്ങളും കൂടെ അവൻ്റെ കൂടെ വന്നു. അവന് സോദോമിലെ ഗോപുരത്തിങ്കൽ ഇരുന്നു, പട്ടണവാതുക്കൽ ഇരുന്നു. എന്ന് പറഞ്ഞാൽ പട്ടണത്തിലെ മൂപ്പന്മാരും പ്രമാണികളും ഒരുമിച്ച് പട്ടണവാതുക്കലിട്ടിരിക്കുന്ന കസേരകളിൽ ഇരുന്നു കൊണ്ട്, ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ന്യായം വിധിക്കുന്ന ഒരു പതിവുണ്ട്. അവിടുത്തെ പ്രമാണികളിൽ ഒരുവനായി ലോത്ത് വളർന്നു. ഓർത്തു, തകരാറെന്ന ഞാൻ ഇവിടുത്തെ ഏറ്റവും മിടുക്കനായില്ലേ, ഞാൻ ഇവിടുത്തെ മിടുക്കനായി. ലോത്ത് ഒരുപാട് കാര്യങ്ങൾ സോദോമിൽ ചെയ്തു. ലോത്തിന്റെ പെൺകുട്ടികൾക്ക് ആവശ്യമുള്ള നല്ല മരുമക്കളെ, ആ നാടിൻ്റെ നല്ലതിനെ അവിടെ കണ്ടുപിടിച്ചു. വിവാഹം നടന്നില്ല, അവിടെ കണ്ടുപിടിച്ചു. അവിടുത്തെ മിടുക്കനായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കംപ്ലൈൻ്റായി
സോദോമ്യരുടെ നടപ്പ് മോശമാ. ലോത്ത് അവിടെ ചെന്നിട്ട് ചൊവ്വേ ജീവിച്ചോ? ഇല്ലെന്നേ. നാട്ടുകാരുടെ ദുഷ്കാമ പ്രവൃത്തികൾ കണ്ട് വലഞ്ഞുപോയ നീതിമാനായ ലോത്തെന്നാണ് 2 പത്രോസിൽ വിളിക്കുന്നത്. നാട്ടുകാരുടെ ദുഷ്കാമ പ്രവൃത്തികൾ കണ്ട്. എവിടെയാ ഞാൻ പോകേണ്ടത്? ഞാൻ ആഴ്ചകളായി ഇത് ആവർത്തിക്കുന്നുണ്ട്. പിശാച് മനുഷ്യനെ വഞ്ചിച്ചതിൽ ഏറ്റവും പ്രധാന ഭാഗം കാമവികാരങ്ങളാ. ആത്മീയത്തിന്റെ ഏറ്റവും മേളത്തെ തട്ടി നിൽക്കുന്നവനെ മുതൽ ദൈവമെന്നോ പൂജാ വിഷയമെന്നോ പേരുള്ള സകലത്തിന്റെ മേലും തന്നെത്താൻ ഉയർത്തിയ ഈ നീച എതിരാളിയായ പിശാച് വലിയ ഭയങ്കര ശുശ്രൂഷയിൽ ഉയർന്നു നിൽക്കുന്നവരെ മുതൽ കുപ്പയ്ക്കിടയിൽ കിടന്ന് ഭിക്ഷയെടുക്കുന്ന ഭിക്ഷാടകരെ വരെ ഒരുപോലെ തകർത്തിയ ഒരു ഭയങ്കര പാപവിഷയമാണ് ലൈംഗികത്വം. അകത്തെ തോന്നലുകൾ മുതൽ വെളിയിലത്തെ പ്രകടനങ്ങൾ വരെ, വാക്കിലും നടപ്പിലും ഒക്കെ ഇതുണ്ട്. ഇത് കണ്ട് ലോത്തിന് ഒരളവിൽ സന്തോഷം, വേറൊരളവിൽ അബ്രഹാമിൻ്റെ കൂടെ നടന്ന ഓർമ്മ ഇവനൊടുവിൽ വലഞ്ഞു. ഇന്നെനിക്കതിൻ്റെ തെളിവിലേക്ക് അവൻ ഒക്കുമെന്ന് അറിയത്തില്ല, എന്ന് ചാടി നോക്കാം. വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്, അവന് നീതി കൊണ്ട് വലഞ്ഞതുമാണ്. അവന് 2 മക്കൾ ജനിച്ചു. അബ്രഹാം ഒരു കുഞ്ഞിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു. കാലങ്ങളുടെ ആരാധനയ്ക്ക് ശേഷം ഒരു കൊച്ചനെ കിട്ടി. ലോത്ത് അങ്ങനെയൊന്നും പ്രാർത്ഥിച്ചായി കാണുന്നില്ല. 2 പെൺപിള്ളേർ തനിക്കുണ്ടായി. 2നെയും വീട്ടിൽ വെച്ച് വളർത്തി. ഇവനാണ് വലഞ്ഞതെങ്കിൽ പിന്നെ പിള്ളേരുടെ കാര്യം ചോദിക്കാനുണ്ടോ? വലഞ്ഞോന്ന് ഇങ്ങോട്ട് വരാൻ താവട്ടെ. യവൻ വലഞ്ഞെങ്കിൽ പിള്ളേരുടെ കാര്യം ചോദിക്കാനുണ്ടോ? മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, അമ്മ തടിവഴിയാണെങ്കിൽ പിള്ളേർ ഇലച്ചിക്കമ്പിൻ്റെ മേളിൽ കൂടെ പോകുന്നു. എന്നാ ചില്ല വഴി അല്ലേ? അങ്ങനല്ലേ എൻ്റെ പഴഞ്ചൊല്ല്? ചില്ലി വഴി. ഒരു വലിയ മരം ഇവിടെ നിൽപ്പുണ്ടെന്നിരിക്കട്ടെ, ഞാനതിൻ്റെ ചുവട്ടിലിങ്ങനെ നിൽക്കുക, ഇത് കയറണ്ടെന്ന്. അപ്പോഴാണ് ഒരു സഹോദരി വന്നു വെച്ച് പറയുന്നത്, ഞാനിതിലൊന്ന് കയറാൻ പോകാം. അവൾ തടിയേക്കൂടെ മേളിലോട്ട് കയറിയാൽ അവിടെ പിള്ളേരുണ്ടല്ലോ, ഇതിൻ്റെ കമ്പിൻ്റെ തുമ്പത്തോടെ നടക്കും. ലോത്തെ അങ്ങ് വലഞ്ഞതേ ഉള്ളേ, പിള്ളേർ പോയ പോക്കെ നമുക്കെടുക്കാം. പിള്ളേർ തൊലഞ്ഞു. ലോത്ത് വലഞ്ഞു, പിള്ളേർ തൊലഞ്ഞു. ഒരു ദിവസം ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്നേച്ച് പറഞ്ഞു, പോടാ ഇവിടുന്ന്. ലോത്ത് ഇറങ്ങി അവൻ്റെ മക്കൾക്ക് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന മരുമക്കളുടെ വീട്ടിൽ പോയി. ഒരുമിച്ച് അങ്ങ് താമസിപ്പിച്ചില്ല. എത്ര വലഞ്ഞെങ്കിലും അബ്രഹാമിൻ്റെ വീട്ടിലെ ഓർമ്മയുണ്ടായിരുന്നു. നേരത്തെ വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചില്ല. വലഞ്ഞുപോയ നീതിമാൻ പോലും മരുമക്കളെ അവരവരുടെ വീട്ടിലാക്കി കല്യാണം ഉറച്ചു വെച്ചെന്നേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇവന്മാരുടെ അടുക്കൽ രാത്രി ലോത്ത് എന്ന് വെച്ച് പറഞ്ഞ്, പിള്ളേരെ വരിയിടാ പോകാമടാ. അവർ പറഞ്ഞ്, അമ്മായിയപ്പൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞങ്ങളോട് വെടി പറഞ്ഞ് തമാശ പറഞ്ഞിരിക്കാറുണ്ട്, ഇതും വെടി പറയാൻ വന്നതാ രാത്രിയിൽ. മനസ്സിലാകുന്നുണ്ടോ? അവൻ ഇറങ്ങി വലഞ്ഞ് എവിടം വരെ പോയെന്ന് പട്ടണവാതിക്കലിരുന്ന് നാട്ടുകാരോട് വർത്താനം പറഞ്ഞ് കളിതമാശ പറയുന്ന കൂട്ടത്തിലായി. ഒരു ദിവസം സത്യം പറയാൻ മരുമക്കളുടെ അടുക്കൽ ചെന്നപ്പോൾ അവർ പറഞ്ഞ, അമ്മായിയപ്പൻ വെടി പറയുകയാ, അവന്മാർ കൂട്ടാക്കിയില്ല, വരാൻ പോയില്ല. ഒടുവിൽ ലോത്തിനെ ദൈവം വലിച്ചിറക്കി. അബ്രഹാമിന്റെ യാതനയാൽ ലോത്ത് വലിച്ചിറക്കപ്പെട്ടു. പോന്ന വഴിയിൽ ഭാര്യ ഒന്ന് തിരിഞ്ഞു നോക്കി, ഉപ്പുതൂണായി വഴി നിൽക്കുന്നു. അബ്രഹാമിന്റെ ഭാര്യ തെറ്റിയെങ്കിലും മക്പേല നിലത്തിലെ ഗുഹയിൽ അടക്കിയിട്ടുണ്ട്. വാഗ്ദത്തത്തിന് കൂട്ടവകാശിയാ. ലോത്തിന്റെ ഭാര്യയ്ക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നെങ്കിലും പോയ വഴിയിൽ അരുതാത്ത ഒരൊറ്റ നോട്ടം, ഒന്ന് തിരിഞ്ഞു നോക്കി. ഞാൻ പഴയ വീട്ടിലായിരുന്നു, ഇതിനേക്കാൾ നന്നായിരിക്കുകയില്ലായിരുന്നു. സൂചനവിലേക്ക് ഇറങ്ങാതെ മറ്റേ പണിക്ക് പോകുകയായിരുന്നെങ്കിൽ അവിടുന്ന് കാശ് കിട്ടാനുള്ള വാങ്ങിച്ചിരുന്നെങ്കിൽ ഒറ്റ തിരിഞ്ഞു നോട്ടം. ഉപ്പുതൂണായി വഴി നിന്നു. ആ ഭാഗം ഇന്ന് എടുക്കാനൊക്കത്തില്ല. ഇനി 2 പെൺകുട്ടികളുണ്ട്, അതുങ്ങളെയും കൊണ്ട് പോകുക. പോയ പോക്കിന് പിള്ളേര് പറഞ്ഞു, നാട്ടു സമ്പ്രദായത്തിൽ ലൈംഗികത്വത്തിന് യാതൊരു അതിരുമില്ല. നമുക്ക് വിവാഹം നിശ്ചയിച്ചിരുന്ന ആ പിള്ളേര് വന്നില്ല, അപ്പൻ്റെ കൂടെ ആകാം. അവരിലേക്ക് സോദോം എത്രയും കേറിയെന്ന്. അതുങ്ങൾ എപ്പോൾ വന്നെന്ന് എപ്പം പോയെന്നും അപ്പൻ അറിഞ്ഞില്ല. വന്നതും പോയെന്നും അറിഞ്ഞില്ല, നല്ല എഴുതിയിരിക്കുന്നേ. ഇതൊക്കെ സോദോമിന്റെ പതിവാ. ഞാനും വലഞ്ഞടാ. എപ്പ വന്നെന്നും മലയാളം വായിച്ചാൽ അത് മനസ്സിലാകത്തില്ല, ഇംഗ്ലീഷ് വായിച്ചു നോക്കണം. എപ്പ വന്നെന്നും എപ്പ പോയെന്നും അപ്പൻ അറിഞ്ഞില്ല, വന്നതും പോയതും ഒക്കെ അറിഞ്ഞതാ. ഒടുവിൽ ആവർത്തന പുസ്തകത്തിലോട്ട് വരുമ്പോഴേ യഹോവയായ ദൈവം ഒരു കൽപ്പന കൊടുത്തു. ആ ലോത്തിന് 2 കൊച്ചുമക്കൾ ഉണ്ടായല്ലോ, മോവാബും ഏദോമും. 10ാം തലമുറ വരെ യഹോവയുടെ ആലയത്തിൽ കയറിയേക്കല്ലേ.
10ാം തലമുറ വരെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരരുത്. അബ്രഹാമിന് ജനിച്ചൊരു കുഞ്ഞ്. ചില മടിയനൊക്കെ ആയിരുന്നു. കാലത്തിന്റെ പോക്കിൽ ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതും അബ്രഹാം കുഴിച്ച ശേഷം ഫെലിസ്ത്യർ നികത്തിക്കളഞ്ഞതായ കിണറുകൾ ഇസഹാക്ക് വീണ്ടും കുഴിച്ചു. സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ കൊണ്ടുവന്ന വിശ്വാസം, നമ്മുടെ പിതാക്കന്മാർ ആദരിച്ചു വന്ന തിരുവചനത്തിന്റെ ആഴങ്ങൾ ഒരുപക്ഷെ ഒരു തലമുറ കേടുവരുത്തി, അല്ലെങ്കിൽ ശത്രു അത് കീഴടക്കിയെങ്കിൽ തിരികെ കുഴിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ തലമുറ പുരാതന ശൂന്യങ്ങളെ പണിയും, എൻ്റെ സന്തതി നിരന്തര ശൂന്യങ്ങളെ പണിയും. ദൈവം എന്നെ വിളിച്ചെങ്കിൽ എൻ്റെ സന്തതി എൻ്റെ കൂടെ ഉണ്ട്. ഇന്ന് പകൽ മാതാക്കളെ, ഇന്ന് പകൽ പിതാക്കളെ, ഇന്ന് പകൽ മാതാപിതാക്കളെ, വല്യപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, എൻ്റെ തലമുറ എൻ്റെ കൂടെ കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ പിശാചിനെ വെല്ലുവിളിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞേ മതിയാകെയുള്ളൂ. ഒരുമിച്ചിറങ്ങി അബ്രഹാം തന്റെ സന്തതികളുമായി ജീവിക്കുമ്പോൾ കൂടെ ഇറങ്ങിയ ലോത്ത് തന്റെ 10ാം തലമുറ വരെ തള്ളപ്പെട്ടവനായി. I don't know where to turn. ഇത് എത്ര ആഴ്ച കൊണ്ട് തീരുമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ എൻ്റെ ഹൃദയത്തിൽ തിളച്ചുകൊണ്ടിരിക്കുക. ഈ നിൽക്കുന്ന നിപ്പിലും പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ആലോചനകൾ തരികയാ. ഞാൻ ഇവിടെ നിന്ന് ചാടാൻ പോകുകയാ. ഇവിടെ നിന്നാൽ ശരിയാകത്തില്ല. അനേക സമയങ്ങളിൽ ജഡസുഖത്തിന് വേണ്ടി ഇറങ്ങിയവർ തകരുന്ന സംഭവം കാണാം. ദ്രവ്യാഗ്രഹത്തിൽ അനേകർ കുഴയുന്നത് കാണാം. ഈ 14:23 ഇങ്ങോട്ട് വായിച്ചാൽ, ഉൽപ്പത്തി 14:23 ഇങ്ങോട്ട് വായിച്ചാൽ അബ്രഹാം പറഞ്ഞു, സോദോം രാജാവേ, നിന്റെ കൂടിറങ്ങി യുദ്ധത്തിന് വന്ന് ജയിച്ചെങ്കിലും സകലതും ഞാൻ പിടിച്ചതാണെങ്കിലും എൻ്റെ ദൈവം എനിക്ക് തരാത്ത ഒരു ചെരുപ്പിന്റെ വാറ് ഞാൻ എടുക്കത്തില്ല. സന്തതി നേരെയാകണമെങ്കിൽ ദൈവത്തിന്റെ വ്യവസ്ഥയിൽ നിൽക്കുക. ദൈവം എന്നെ സമ്പന്നനാക്കുമെന്ന് പറഞ്ഞ് വിളിച്ചിറക്കിയതാ. സോദോം രാജാവേ, എന്റെ വീട്ടിൽ ജനിച്ചവരും യുദ്ധാഭ്യാസം തികഞ്ഞവരുമായ ഒരു 318 വീരന്മാരുമായി ഞാൻ രാജാക്കന്മാരെ ജയിച്ചു, രാജ്യങ്ങളെ കീഴടക്കി. പക്ഷേ എന്റെ ദൈവം എനിക്ക് തരാത്ത പാപത്തിന്റെ ആ ലയം ചേർന്ന ഒരു ബിസിനസ്സിന് ഞാൻ ഇല്ല. ഇറ്റ് ഈസ് നോട്ട് എ ബിസിനസ് ട്രിപ്പ്. എന്റെ സഹോദരനെ വിടുവിക്കാൻ വന്നതാ. നിന്റെ ചെരുപ്പിന്റെ വാറയിൽ ഒരെണ്ണം ഞാൻ എടുക്കൽ, ഷൂവിന്റെ ലേസ് ഒരെണ്ണം ഞാൻ എടുക്കത്തില്ല. എന്റെ ദൈവം എന്നെ സമ്പന്നനാക്കും. സോദോമിലെത്തിയ ലോത്തോ ധാരാളം സമ്പത്തുണ്ടാക്കി. മോനെ, അത് നശിച്ചടാ. അബ്രഹാമിന്റെ നിന്നു. കയറ്റി പറയാൻ പരിശുദ്ധാത്മാവ് എന്നോട് ആവശ്യപ്പെടുന്നു. അബ്രഹാം ഒന്നും വാങ്ങിക്കാതെ, യാതൊന്നും വാങ്ങിക്കാതെ, ഒരു ചെരുപ്പിന്റെ വാറുപോലും എടുക്കാതെ, ബാല്യക്കാർക്ക് വേണേ കൊടുത്തേക്കാൻ പറഞ്ഞോട്ട് വരുമ്പോൾ തേണ്ട വരുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ, ആദിയും അന്തവുമില്ല, പിന്നെ ഒരിക്കലും വന്നിട്ടില്ലാത്ത ഒരാൾ ഒറ്റ പ്രാവശ്യം ഇങ്ങോട്ട്. എത്ര പേർ ഓർക്കുന്ന ആരാന്നെന്ന്? ശാലേൻ രാജാവ്, അത്യുന്നതനോട് സമനായവൻ, സമാധാനത്തിന്റെ പ്രഭു ശാലേൻ രാജാവ് അബ്രഹാമിനെ എതിരേറ്റ് വരികയാ. കയ്യിൽ എന്നാ ഉണ്ടെന്നറിയാമോ? അപ്പവും വീഞ്ഞും. അതുകൊണ്ടായി സാക്ഷാൽ ശാലോൻ രാജാവായി എൻ്റെ യേശു വന്നത്. അപ്പം കയ്യിലോട്ടെടുത്തു, വീഞ്ഞും വാഴ്ത്തിയേച്ച് എനിക്ക് നിങ്ങൾക്കും തന്നത് ഓർമ്മയുണ്ടല്ലോ. ശാലേൻ രാജാവ് അബ്രഹാമിനെ എതിരേറ്റു വരുന്നു. വന്നേച്ച് പറഞ്ഞു, സർവശക്തനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവൻ, രാഷ്ട്രങ്ങളോട് യുദ്ധം ചെയ്ത് ജയിച്ച് തന്റെ വീട്ടിൽ ജനിച്ചു വളർന്ന അടിമപ്പിള്ളേരുമായി നടന്നു വരുന്ന ഗമയുള്ള അബ്രഹാം ശാലേൻ രാജാവിന്റെ മുമ്പിലേക്ക് മുട്ടുകുത്തി. ഞാനാണേ പറഞ്ഞേനെ, ദൈവമേ, ഈ യുദ്ധത്തിൽ ഞാനൊരു ചെരുപ്പിൻ്റെ വാറു പോലും എടുത്തില്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അപ്പം എൻ്റെ കയ്യിലൊന്നും ഇല്ല, ക്ഷമിച്ചേക്കാൻ പറഞ്ഞേനെ. അബ്രഹാം പറഞ്ഞു, ഞാൻ ഇപ്രാവശ്യം യുദ്ധത്തിലൊന്നും നേടിയില്ലെങ്കിലും ദൈവം തന്നത് ഒരുപാട് എൻ്റെ കയ്യിലുണ്ട്. കണക്കൊന്ന് നോക്കട്ടെ, ഒരു മിനിറ്റ് നിൽക്കണേ, എൻ്റെ ബാലൻസ് ഷീറ്റ് ഒന്ന് എടുത്തോട്ടെ, അതിൽ 10-1 അങ്ങ് കൊണ്ടുപോയാലും. നീ എവിടെ നിന്ന് വന്നാ ശാലേൻ രാജാവേ? അബ്രഹാമിൻ്റെ ഇന്ന് കാശ്, തനി മലയാളത്തിൽ ഇസ്കം വന്നതാ. നീ യുദ്ധം ചെയ്തവനല്ലല്ലോ, നീ ഇതുവഴി ഇതിനു മുമ്പേ കണ്ടിട്ടില്ലല്ലോ. അബ്രഹാമിന്റെ വീട്ടിൽ നീ പോയി ഒരു യാഗത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ, ഒരു യാഗം നടത്തിയിട്ടില്ലല്ലോ, പിന്നെ എന്നത്തിന് വന്നതാ? കാശ് പിരിക്കാനാ? അല്ല, ദൈവം തിരഞ്ഞെടുത്തവനെ ഒന്ന് അനുഗ്രഹിക്കാൻ വന്നതാ. ഹല്ലേലൂയ.
ദൈവം തിരഞ്ഞെടുത്തവനെ ഒന്ന് അനുഗ്രഹിക്കാൻ വന്നതാ. ആരൻ്റെ ഒക്കെ ഈ ദിവസങ്ങളിൽ കർത്താവ് വീണ്ടും സന്ദർശിക്കും. നിങ്ങൾക്കറിയാമോ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് പ്രത്യേക ദൈവ സന്ദർശനത്തിൻ്റെ മാസങ്ങളാണ്. ഐ റിപ്പീറ്റ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് പ്രത്യേക ദൈവ സന്ദർശനത്തിൻ്റെ മാസങ്ങളാണ്. അധികം താല്പര്യത്തോടെ ദൈവത്തോട് അടുത്തു, അധികം താല്പര്യത്തോടെ ദൈവവാദത്തിൽ ഇരുന്നു കർത്താവ് തൊടേണ്ട മാസങ്ങളാണ്. പക്ഷെ ഒന്ന് മടങ്ങി വരുവാൻ പലർക്കും കഴിഞ്ഞേ മതിയാവും. ഞാൻ ചാടിക്കോട്ടെ, ഒരുപാട് പേര് ജീവനത്തിൻ്റെ പ്രതാപത്തിലൊക്കെ കിടന്ന് കറങ്ങുമ്പോൾ അബ്രഹാം ഇവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ഞാൻ ഇനി ചാടിയെന്ന് നിർത്താൻ വേണ്ടിയിട്ട് വായിക്കാൻ പോയി യെരമ്യാവിൻ്റെ പുസ്തകം 15. ഒരുപാട് വായിക്കാനുണ്ട്, ഒക്കത്തില്ലെന്ന് തീരത്തില്ല. അതുകൊണ്ടാണ് ഒന്ന് വായിക്കാം. യെരമ്യാവിൻ്റെ പുസ്തകം 15-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യെരൂശലേമേ, ആർക്ക് നിന്നോട് കനിവ് തോന്നുന്നു? ആർ നിന്നോട് സഹതാപം കാണിക്കും? നിന്റെ ക്ഷേമം ചോദിപ്പാൻ ആർ കയറി വരും? നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ നശിപ്പിക്കും. ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. നിൽക്കട്ടെ ബ്രദറെ, എത്ര ആഴ്ച കൊണ്ട് തീരുമെന്ന് എനിക്കറിയത്തില്ല. ഇത് എല്ലാ ആഴ്ചയിലും ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. പലപ്പോഴും പിന്മാറി 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 സോദോമിലേക്ക് ലക്ഷ്യം വെച്ച ലോത്തിനോട് ഉപമിച്ച് അബ്രഹാമിന്റെ സന്തതിയായിരുന്ന ഇസ്രായേൽ ദൈവത്തോട് അകന്നകന്നു പോയപ്പോൾ ദൈവം യെരമ്യാ പ്രവാചകനെ വിട്ട് പറയിപ്പിക്കുന്ന വാചകങ്ങളാ. ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്ന ഇസ്രായേലെ, ഓരോ പ്രാവശ്യം അപകടത്തിലാകുമ്പോൾ, ഓരോ പ്രാവശ്യം പാപം ചെയ്യുമ്പോൾ എൻ്റെ അടുക്കൽ വന്ന് ക്ഷമ ചോദിച്ച് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കരുണ ചോദിച്ച് ഞാൻ കരുണ കാണിച്ച് ഞാൻ മടുത്തിരിക്കുന്നു. ഇനി എൻ്റെ കൈ നിനക്കെതിരെ തിരിയാൻ പോകുകയാ. ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുക, എനിക്ക് നിന്നെ വേണ്ട. അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് മക്കളെ ജനിപ്പിക്കുവാൻ കഴിയുന്ന ദൈവം ഒരിക്കലും ഇസ്രായേലിനോട് കോപിച്ച് പറയും, നിർത്തരുതേ, അടുത്ത 5 മിനിറ്റ് കൂടെ ദൈവം എനിക്ക് തരികയാണെങ്കിൽ ഞാനത് കംപ്ലീറ്റ് ചെയ്യും. 5 മിനിറ്റത്തേക്ക് ഒരു കൺക്ലൂഷനിൽ എത്തരുതേ. ദൈവം ഇസ്രായേലിനെ തള്ളിയതായി വിളിച്ചു പറഞ്ഞു, ഞാൻ നിന്നെ തള്ളി, എനിക്ക് നിന്നെ വേണ്ട. ഒന്നുകൂടെ വായിച്ചു അതേ വാക്യങ്ങൾ. യെരൂശലേമേ, ആർക്ക് നിന്നോട് കനിവ് തോന്നുന്നു? ആർക്ക് നിന്നോട് കരുണ തോന്നും? ഞാൻ നിന്നെ തള്ളിയതിന്റെ ലക്ഷണം, ഒരു മനുഷ്യന് നിന്നോട് കരുണ തോന്നുന്നില്ല. ഞാൻ വഴിയറമ്പിൽ വീണ് കിടന്നാൽ വഴിയാത്രക്കാരന് കരുണ തോന്നും, നിന്നോടാർക്കും കരുണ തോന്നുന്നില്ല. നിന്നെ സഹായിക്കാൻ ഒരു മനുഷ്യനില്ല. പിന്നെ വായിച്ചു, ആർ നിന്നോട് സഹതാപം കാണിക്കും? നിന്നോട് സഹതപിക്കാൻ ആരുമില്ല. വായിച്ചു, നിന്റെ ക്ഷേമം ചോദിപ്പാൻ ആർ കയറി വരും? എടാ, സുഖമായിരിക്കുന്നോന്ന് നിന്നോടൊരു സദ്വർത്തമാനം ചോദിക്കാൻ ആരുമില്ല. വായിച്ചു, നീ എന്നെ ഉപേക്ഷിച്ച് പിൻവാങ്ങിയിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. യഹോവയ്ക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, നീ തോറ്റു, നീ എന്നെ വിട്ട് പിന്മാറി. ഞാൻ ദൈവത്തിന്റെ സ്വന്തമാ, ഇസ്രായേലാ എന്നൊക്കെ പറയുന്നവരോട് കർത്താവിന് പറയാനുള്ളത്, ഐ സർട്ടിഫൈ, ഞാൻ നിന്നെ കുറിച്ച് പറയുകയാണ്, നീ എന്നെ ഉപേക്ഷിച്ചു, നിന്നെ വിട്ട് പിൻവാങ്ങി. പിന്നെ അതുകൊണ്ട് ഞാൻ നിന്റെ നേരെ കൈനീട്ടി നിന്നെ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ നിന്നെ നശിപ്പിക്കാൻ അങ്ങ് തീരുമാനിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, കൺക്ലൂഷനിൽ എത്തരുത്. ദൈവം നശിപ്പിച്ചാൽ രക്ഷിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ നിന്നെ നശിപ്പിക്കുമെന്ന് തീരുമാനിച്ചു. വായിച്ചു, ഞാൻ കരുണ കാണിച്ച് മടുത്തിരിക്കുന്നു. ഞാൻ കരുണ കാണിച്ച് മടുത്തു. എത്ര പ്രാവശ്യമായടാ, എത്ര പ്രാവശ്യമായിടി, എത്ര പ്രാവശ്യമായി ഇത് ഏറ്റു പറയുന്നത്, എത്ര പ്രാവശ്യമായി ഞാൻ കരുണ കാണിക്കേണ്ടത്? തീർന്നു, ഞാൻ കരുണ കാണിച്ച് മടുത്തു, എനിക്ക് നിന്നെ വേണ്ട. അതിന്റെ തന്നെ 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? യഹോവേ, നീ അറിയുന്നു, എന്നെ ഓർത്ത് സന്ദർശിക്കണമേ. അയ്യോ, ഈ വാചകം കേട്ടേച്ച് ഇവിടെയാ കൺക്ലൂഡ് ചെയ്യാൻ വരുന്നത്. ഈ വാചകം കേട്ടേച്ച് ഇസ്രായേൽ തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇന്ന് പകൽ ഹൃദയ നടുക്കത്തോടെ വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി, എൻ്റെ ജീവിതത്തിൽ പരാജയം പറ്റി, എൻ്റെ ജീവിതം ഞാൻ നശിപ്പിച്ചു, എൻ്റെ ജീവിതത്തിൽ ആരുമില്ലാതെ ഒന്നുമില്ലാതെ ആകുവാൻ കാര്യം ഞാൻ തന്നെയാ, ഒന്ന് മടങ്ങി വരാൻ തയ്യാറെങ്കിൽ. വായിച്ചോ, ഇസ്രായേൽ പറയുന്ന മറുപടി വായിച്ചോ. എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ. ആദ്യം മുതൽ ഒന്ന് വായിച്ചാട്ടെ, 15 മുതൽ. യഹോവേ, നീ അറിയുന്നു, കർത്താവേ, അങ്ങയ്ക്ക് കാര്യം അറിയാം. വായിച്ചോ, എന്നെ ഓർത്ത് സന്ദർശിക്കണമേ. എന്നെ ഒന്ന് ഓർത്ത് സന്ദർശിക്കണേ. സന്ദർശിക്കുക എന്ന പദത്തിന് തിരുവചനത്തിൽ ഒരു പ്രത്യേക ആശയമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സഹായിക്കുവാൻ വേണ്ടി ഒന്ന് ഇറങ്ങി വരണേ എന്ന്. പോകുന്ന കൂട്ടത്തിൽ ആണ്ട കിടക്കുന്ന ഒന്നെന്നും പറഞ്ഞു തുപ്പിയേച്ചുവാനല്ല, എൻ്റെ അടുക്കൽ വന്ന് എണ്ണയും വീഞ്ഞും പകർന്നെൻ്റെ മുറിവ് കെട്ടുവാൻ, എന്നെ സഹായിക്കാനായി എൻ്റെ അടുക്കൽ ഒന്ന് വരണമേ, ഒന്ന് സന്ദർശിക്കണേ. പിന്നെ
എന്നെ ഉപദ്രവിക്കുന്നവരോട് പ്രതികാരം ചെയ്യണമേ. കർത്താവേ, എന്നെ എല്ലാവരും വട്ടം നിന്ന് ഉപദ്രവിക്കുക, അങ്ങ് അനുവദിച്ചിട്ടാ, പക്ഷെ അവരോടൊന്ന് പ്രതികാരം ചെയ്യണേ. പിന്നെ നിന്റെ ദീർഘക്ഷമയിൽ എന്നെ എടുത്തു കളയരുതേ. എന്റെ കർത്താവേ, എനിക്ക് ഓർക്കാനുള്ളത് അങ്ങയുടെ ദീർഘക്ഷമയാ. ഇന്ന് പകൽ ഒരു അനുതാപത്തോടെ ദൈവസ്ഥാനത്തോട് അടുക്കുമോ? എനിക്ക് സത്യത്തിൽ നമ്മുടെ വോസ് ആൻഡ് കവനൻസ് ദൈവത്തോടുള്ളതൊന്ന് റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ, പുതുക്കേണ്ടതിന് വേണ്ടി കേരളക്കരയിൽ പഴയ ക്രൈസ്തവ ചരിത്രത്തിൽ കൂനംകുരിശ് സത്യമെന്നൊക്കെ പറയുന്നത് പോലെ ബഥേലിനകത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊക്കെ എനിക്ക് ആശയുണ്ട്. ഇതുവരെ നടന്നില്ല. ഇതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടൊരു പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സമയമായി കാണത്തില്ല. പക്ഷേ അധികം ദിവസങ്ങൾ പോകത്തില്ല. കഴിയുമെങ്കിൽ ഇവൻ വരുന്ന സെക്കൻഡ് വീക്കിന്, ഈ വരുന്ന ഞായറാഴ്ച ഒക്കുമെങ്കിൽ ആകട്ടെ, എന്തെങ്കിലുമൊക്കെ കമ്മിറ്റി ചെയ്താൽ, ഒന്ന് പ്ലാൻ ചെയ്താൽ വി മേ ഡു ഇറ്റ്. ദൈവവുമായുള്ള നമ്മുടെ നിയമങ്ങൾ ഒന്നുകൂടെ ഉറപ്പാക്കാൻ ഞാൻ ഒരാളിൻ്റെ അല്ല പറഞ്ഞത്, ഇതിനകത്തിരിക്കുന്ന ഏറ്റവും പരമഭക്തൻ മുതൽ ഏറ്റവും താഴെ വീണവൻ വരെ ദൈവവുമായി എന്റെ വ്യവസ്ഥയൊന്ന് യഥാസ്ഥാനപ്പെടുത്തണമെന്ന് താല്പര്യമുള്ളവർക്ക് പിന്നെയും there is a time. ഇതിന്റെ ടൈമാ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 3 മാസം പ്രത്യേക ദൈവിക സന്ദർശനത്തിന്റെ സമയമാ. നമ്മൾ ഈ സമയങ്ങൾ കളയത്തില്ല. വരുന്ന ഞായറാഴ്ച കഴിയുമെങ്കിൽ ഇത് ചെയ്യും. ഫസ്റ്റ് സർവീസ് ആൻഡ് സെക്കൻഡ് സർവീസ് വട്ടത്തിൽ നിന്ന് കേൾക്കുന്നവരെ, യു ക്യാൻ വാക്ക് ഇൻ ആൻഡ് ഡ്രൈവ് ഇൻ. വരുന്ന ഞായറാഴ്ച ഫസ്റ്റ് സർവീസ് ഓർ സെക്കൻഡ് സർവീസ് വരൂ, ദൈവവുമായുള്ള വ്യവസ്ഥകൾ ഉറപ്പിക്കേണ്ടതിന്. യഹോവേ, ഞങ്ങൾക്ക് ഓർപ്പിക്കാനുള്ളത് അങ്ങയുടെ ദീർഘക്ഷമയാ. ആ ദീർഘക്ഷമയാൽ എന്നെ ഒന്നുകൂടെ തൃക്കൺ പാർക്കണേ. വായിച്ചാട്ടെ. നിന്റെ നിമിത്തം ഞാൻ നിന്ന സഹിക്കുന്നു എന്ന് ഓർക്കണമേ. ഞാൻ നിന്ന സഹിച്ചു മടുത്തെന്ന് വേറെടുത്ത് പറയുന്നുണ്ട്. എന്റെ നിന്നയെ ഒന്ന് ഓർക്കണമേ. ഇന്ന് പകൽ ദൈവം ഉപേക്ഷിച്ചതിനാൽ ഞാൻ നിന്ദിക്കപ്പെട്ടിരിക്കുക. ദൈവം എഴുന്നേൽക്കാത്തതിനാൽ ഞാൻ നിന്ദിക്കപ്പെട്ടിരിക്കുക. യഹോവേ, അങ്ങയുടെ ദീർഘനിമിത്തം, ക്ഷമനിമിത്തം എന്നെ ഒന്ന് എടുക്കണേ. ഞാൻ നിന്ന സഹിച്ചു മടുത്തിരിക്കുന്നു. പിന്നെ ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. കർത്താവേ, ഞാൻ അങ്ങയുടെ വചനത്തിലേക്ക് മടങ്ങി വരികയാ. ഞാനിത് ഭക്ഷിച്ചു, ഡൈജസ്റ്റ് ചെയ്തു. ഒത്തിരി കഴിച്ചാൽ അത് ഡൈജസ്റ്റ് ചെയ്തില്ലെങ്കിൽ വയറിന് പ്രശ്നം ഉണ്ടാക്കും. ഡൈജസ്റ്റ് ചെയ്താൽ മുഴു ശരീരത്തിന് പ്രയോജനമാണ്. ഞാൻ നിങ്ങളുടെ വചനം കണ്ടെത്തി ഭക്ഷിച്ചു, ദഹിക്കാതെ നടക്കുകയല്ല, ഡൈജസ്റ്റ് ചെയ്തു. പിന്നെ നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവുമായി. കർത്താവേ, ഞാനതങ്ങ് അംഗീകരിക്കുന്നു. കർത്താവേ, ഐ ലവ് ഇറ്റ്, ഐ റിജോയ്സ് ഇൻ ഇറ്റ്. വായിച്ചു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. കർത്താവേ, ഇത്രയും ഒന്ന് ഓർക്കണേ, അങ്ങയുടെ നാമമാണ് എൻ്റെ മേൽ വിളിക്കപ്പെട്ടത്. ഞാൻ അത് തള്ളിയെങ്ങും പോയിട്ടില്ല. ഞാൻ വീണ് കർത്താവേ, ഞാൻ തറയിപ്പോയി കർത്താവേ, എനിക്ക് ബലഹീനത പറ്റി കർത്താവേ. പക്ഷെ നിന്റെ നാമം ഞാൻ ഒരു 5 മിനിറ്റൂടെ എക്സ്ട്രാ എടുക്കും. ഹാർവസ്റ്റിലുള്ളവരോട് നന്ദി പറഞ്ഞ് ചില മിനിറ്റുകളോട് മുന്നോട്ട് തുടരാതെ ഒക്കത്തില്ല. ഒന്ന് മടങ്ങി വരാൻ തയ്യാറാകുക. എങ്കിൽ യൂദായുടെ ലേഖനത്തിൻ്റെ 24-ാമത്തെ വാക്യം വായിക്കണ്ട. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി നിർത്തുവാൻ യോഗ്യതയുള്ളവനായ നിത്യനായ ദൈവം നമ്മെ സഹായിക്കും. ഒരു അനുതാപത്തോടെ മടങ്ങി വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വീണ്ടും നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരാം. കണ്ടിന്യൂ. ഞാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. പക്ഷെ കർത്താവേ, എന്റെ ചില പ്ലസ് പോയിന്റ് ഞാൻ അങ്ങോട്ട് നിരത്തി വെക്കാൻ പോകാ. ഞാൻ സമയം കൊല്ലാൻ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടില്ല. ചുമ്മാ വർത്താനം പറഞ്ഞ് സമയം പോക്കുന്നവരുടെ കൂട്ടത്തിൽ, കണ്ട മാസിക വായിക്കാൻ, ചുമ്മാ തന്നെ സമയം കൊല്ലാൻ, വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കാൻ ഞാൻ പോയിട്ടില്ല. കർത്താവേ, അങ്ങനെ പ്ലസ് പോയിന്റ് ഒന്ന് ഓർക്കണേ. വായിച്ചു. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കുകയാൽ നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. കർത്താവേ, എന്റെ ഈ ഏകാന്തത മുഴുവനും അങ്ങയുടെ കൈ വിരോധമായതിനല്ല. വായിച്ചു. എന്റെ വേദന നിരന്തരവും എന്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമവും ആയിരിക്കുന്നത് എന്ത്? വായിച്ചു. നീ എനിക്ക് ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളവും പോലെ ആയിരിക്കുമോ? കിടക്കുന്ന നീ എനിക്ക് ചതിക്കുന്ന തോട് പോലെയാകുമോ, വറ്റിപ്പോകുന്ന വെള്ളം പോലെയാകുമോ? ഒരു തോട്ടിൽ വെള്ളമുണ്ടെന്നുള്ള ചിന്തയിൽ ഞാൻ ആ വെള്ളം ഉപയോഗിക്കാൻ വരുമ്പോൾ ഇന്നലെ വെള്ളമുണ്ടായിരുന്നു, ഇന്ന് ഇല്ലെന്ന് പറയുന്ന ചതിക്കുന്ന തോടാണോ നീ? അല്ല കർത്താവേ, അങ്ങയുടെ ദയ കുറുകിയിട്ടില്ല, അങ്ങയുടെ ദയ മാറിയിട്ടില്ല, തൃക്കരം കുറുകിയിട്ടില്ല. അങ്ങ് ചതിക്കുന്ന തോടല്ല. ദൈവത്തെ കുറിച്ച് അറിയാവുന്നത് പ്രവാചകൻ തിരിച്ചു പറയുകയാ, അങ്ങാരാന്ന് എനിക്കറിയാം. വായിച്ചോ. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, കിടക്കുന്ന
മറുപടി, അതുകൊണ്ട് യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു, തകർന്ന ജനമേ, പിന്മാറിയ ജനമേ, താഴ്ചയിലേക്ക് പോയവരെ, ദുഃഖം അനുഭവിച്ചവരെ, നിങ്ങൾ തിരിച്ചറിഞ്ഞ് മടങ്ങി വന്ന് ഒരു പ്രതിഷ്ഠ ചെയ്യുമെങ്കിൽ യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു. എന്റെ ദൈവമേ, തന്നെക്കാൾ വലിയവനെ കൊണ്ട് സത്യം ചെയ്യാൻ ഇല്ലാത്തതിനാൽ തന്നെ കൊണ്ട് സത്യം ചെയ്ത് ദൈവം ബേഥേലിൽ വിളിച്ചു പറയുക, യഹോവ ഈ പ്രകാരം അരുളി ചെയ്യുന്നു. വായിച്ചു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. നീ മടങ്ങി വന്നാൽ. ഹാർവസ്റ്റ് പോയി. വെബിലുള്ളവർക്കായി സ്തോത്രം. നീ മടങ്ങി വന്നാൽ, നീ മടങ്ങി വന്നാൽ, ഇന്ന് പകൽ മടങ്ങി വരൂ. ഇതിനകത്തിരിക്കുന്നവർ നമ്മളിത് കേട്ടോണ്ടിരിക്കുക. നീ മടങ്ങി വന്നാൽ, നീ മടങ്ങി വന്നാൽ. നാം മടങ്ങി വരുമോ? നീ മടങ്ങി വന്നാൽ. വായിച്ചു, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെ ആകും. നിന്നെ ഞാൻ എൻ്റെ വാ പോലെ ആക്കും. പക്ഷെ കണ്ടീഷൻ, അധമമായത് ഒത്തിരി നീ പറഞ്ഞു, അതങ്ങ് നിർത്ത്. ഉത്തമമായത് പറ. സംസാര ശൈലി ഒന്ന് മാറട്ടെ, സംസാര ശൈലി ഒന്ന് മാറട്ടെ. ദേഷ്യം വരുമ്പോൾ ചീത്ത വിളിക്കുന്നത് ഇതിനകത്തുണ്ടോ? ഈ ആരോട് എന്നോടൊന്നും പറയല്ലേ. പിന്നെ അങ്ങനെ ഞാൻ തിരുവത്താഴം തരുന്നേ? കാണിച്ചേക്കാമെന്നൊക്കെ വാദിക്കുന്നവരുണ്ടോ? പറയല്ലേ. മുറുമുറുത്തോണ്ട് നടക്കുന്നവരുണ്ടോ? എന്നോടൊന്നും പറയല്ലേ. തിരുവത്താഴം എല്ലാം വെച്ച് വായിപ്പോ. പക്ഷെ തിരുവത്താഴം തിന്നുകയും കുടിക്കുകയും ചെയ്യുമ്പോൾ ശിക്ഷാവിധിയാന്ന് ഓർത്തോണം. ഞാൻ അനുഗ്രഹപാത്രത്തെക്കുറിച്ച് പറയാനാണ് വരുന്നത്, അതിനെ ശിക്ഷാവിധിയാക്കി മാറ്റരുതെന്ന്. കഴിഞ്ഞ തിരുവത്താഴത്തിന് ഞാൻ ഗൗരവമായി തൊട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. നാം നുറുക്കുന്ന അപ്പം അനുഗ്രഹത്തിന്റെ ഭാഗമാ, നാം എടുക്കുന്ന പാനപാത്രം അനുഗ്രഹത്തിന്റെ പാനപാത്രമാ. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ താഴുന്നു? നീ ദോഷമായത് സംസാരിക്കുന്നു. വാക്ക്, നാക്ക്, ജീവിത ശൈലി അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് സംസാരിച്ചാൽ, ഇനി മുതൽ നിന്നോട് മിണ്ടുകയെന്നല്ല, ഞാൻ ഉത്തമമായത് സംസാരിക്കും. പിന്നെ അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികയില്ല. ആരെയും തർക്കിച്ച് തോപ്പിച്ച് പക്ഷം തിരിക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ദൈവസന്നിധിയിൽ ദൈവകൃപയിൽ നിൽക്ക്, അവർ നിന്റെ പക്ഷം തിരിയും. പിന്നെ ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. ഈ ജനത്തിന് ഞാൻ നിന്നെ ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. നിനക്ക് തന്നെയല്ല ഗുണം, നീ നിന്റെ ജനത്തിനൊരു നന്മയാകും. ചില മാസങ്ങളായി, ഈ വർഷത്തിൽ ചില മാസങ്ങളായി, ഇതിനു മുമ്പ് പല പ്രാവശ്യവും ദൈവം ഇടപെട്ടിട്ടുണ്ട്. ഞാൻ ദൈവസഭയ്ക്ക് എന്ത് പ്രയോജനം ചെയ്തു, എന്നെക്കൊണ്ട് ദൈവത്തിനത് ഗുണമുണ്ടായി, ദൈവസഭയ്ക്ക് എന്ത് പ്രയോജനമുണ്ടായി എന്ന് ആലോചിക്കുന്നവർക്കായി സ്തോത്രം. ഞാൻ ദൈവസഭയിൽ വന്നു. ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്കൊരു മോട്ടോർ സൈക്കിളായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ കാറുണ്ട്. അത് ഞാൻ ദൈവത്തിന് ഗുണം ചെയ്തതല്ല, ദൈവം എനിക്ക് ചെയ്തതാണ്. ഞാനിവിടെ വരുമ്പോൾ എനിക്ക് 3 ഉടുപ്പുണ്ടായിരുന്നു, ഇപ്പം 30 ഉടുപ്പുണ്ട്. അത് ഞാൻ ദൈവത്തിന് ചെയ്തതല്ല, ദൈവം എനിക്ക് ചെയ്തതാണ്. എന്ന് തിരിച്ചൊന്ന് ചോദിക്കാം, എന്നെക്കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി? എന്നെക്കൊണ്ട് ദൈവത്തിന് എന്ത് പ്രയോജനമുണ്ടായി? പറയല്ലേ, ഞാൻ 1,00,000 രൂപ ദൈവത്തിന് കൊടുത്തു എന്ന്. മോനെ, ആ തന്നതിൻ്റെ ഒരു ഭാഗം അങ്ങോട്ട് കൊണ്ടുവന്ന. ഞാൻ ചില സാഹചര്യം വരുമ്പോൾ ചിലപ്പം ഭയങ്കര നഷ്ടബോധം ഞങ്ങൾക്ക് വീട്ടിലുണ്ടാവും. ഭയങ്കര നഷ്ടബോധം. ഇന്നാര് കളിപ്പിച്ചടാ ഇത്ര 1000 കൊണ്ടുപോയി, ഇന്നാര് കളിപ്പിച്ചടാ ഇത്ര ലക്ഷം കൊണ്ടുപോയി. ഞാൻ മക്കളോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, മോനെ, നമ്മുടെ ആരുടെയും വീട്ടിൽ പ്രിൻ്റ് ചെയ്ത നോട്ടല്ലല്ലോ, നമുക്കാർക്കും നോട്ട് പ്രിൻറ്റിങ് ഇല്ലല്ലോ, ദൈവം തന്നു, സ്വതം. ഇല്ല പുള്ളി പിള്ളേരെ പഠിപ്പിക്കാനാണെന്ന് പറഞ്ഞ് എൻ്റെ കാശ് വാങ്ങിച്ചു, കള്ളമായിരുന്നു. എൻ്റെ കാശ് കളിപ്പിച്ചുകൊണ്ട് പോയി. തിരിച്ച് ഞാൻ ഓർക്കും, കർത്താവേ, എൻ്റെ വീട്ടിൽ പ്രിൻ്റ് ചെയ്തൊന്നും അല്ലല്ലോ, ദൈവം തന്നല്ലേ. ഞാൻ ദൈവത്തിന് പണം കൊടുത്തു. കർത്താവേ, അങ്ങ് തന്നതിൻ്റെ ഒരു ഭാഗം. എം എ വർഗീസ് പറഞ്ഞേക്കാം, ഞാൻ 1000 ആത്മാക്കളെ നേടി. മോനെ, നീ പണ്ട ചത്തേനെ ചെയ്തതിന് ദൈവം തന്ന ആയുസല്ലേ? നിനക്ക് നാക്കും ഭാഷ ഉണ്ടായിട്ടല്ലേ? ദൈവം തന്നതല്ലേ? കർത്താവേ, ചെയ്തെന്ന് പറയാൻ ഞങ്ങൾക്കൊന്നുമില്ല, പക്ഷേ ചെയ്യാനൊരാശ. ആ ആശയ്ക്കാണ് വില. എൻ്റെ കൊച്ചുമക്കളിൽ ഒരുത്തൻ ആശിഷ് ഇവിടെ ഇരിപ്പുണ്ട്. എൻ്റെ കൊച്ചുമക്കളെല്ലാം നല്ല പിള്ളേരാണ്. എനിക്ക് ഞാനിപ്പോഴും പറയാറുള്ള കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ.
എൻ്റെ കൊച്ചുമക്കളെ എനിക്ക് നല്ലവരാണ്. ഞാൻ വല്ലപ്പോഴും ഒരു ടാബ്ലറ്റ് എടുക്കുമ്പോൾ ഇവൻ ഇച്ചിരി കൂടെ കുഞ്ഞായിരിക്കുമെന്ന് പറയുന്നത് അപ്പച്ചൻ്റെ ടാബ്ലറ്റ് ഞാൻ വായിലോട്ട് ഇട്ട് തരാമെന്ന്. എനിക്ക് എന്നെ ഇഷ്ടമെന്നറിയാവൂ. അവൻ ടാബ്ലറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടില്ല. അവൻ മെഡിക്കൽ ഡോക്ടർ അല്ല, അവന് പ്രിസ്ക്രൈബ് ചെയ്യാൻ അറിയാൻ വയ്യ. ആരോ നല്ല ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത ടാബ്ലറ്റ് ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നത് എടുത്തിങ്ങോട്ട് തരാമെന്നാണ് പുള്ളി പറയുന്നത്. എന്നെ എനിക്ക് എടുക്കാൻ വയ്യാണ്ടാന്നോ? അവൻ തന്നെ എടുത്തു തരാൻ അവൻ അറിയത്തില്ല, വായിക്കാൻ അറിയാൻ വയ്യ. ഞാൻ എനിക്ക് കഴിക്കാനുള്ള ടാബ്ലറ്റ് എടുത്ത് അവൻ്റെ കയ്യിലോട്ട് കൊടുത്ത് ചൊറിയും മോൻ അപ്പച്ചന് തരാൻ പറയും. എന്നിട്ട് വാ വിളിച്ചു കൊടുക്കുക, ആന്ന് നീ കൈ കഴുകിയതാണോടാ എന്ന് പോലും ചോദിച്ചിട്ടില്ല. എന്നെ സന്തോഷമാണെന്നറിയാവൂ. ഈ സന്തോഷമാണ് ദൈവം എൻ്റെ വല്ലതും അംഗീകരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ദൈവം എന്തെങ്കിലും അംഗീകരിക്കുന്നത് ഈ സന്തോഷത്തിലാണ്, അല്ല ഞാൻ ഉണ്ടാക്കിയ ദൈവത്തിനോട് കൊടുക്കുകയല്ല. അവനൊരിക്കലും പറഞ്ഞിട്ടില്ല അപ്പച്ചന് കയ്പുള്ളതും ഇഷ്ടമില്ലാത്ത ഒരു സാധനം ഞാൻ വായിലോട്ട് ഇട്ട് തരാമെന്ന്. നോ, അപ്പച്ചന് ഇഷ്ടമുള്ളൊരു സാധനം, ആവശ്യമുള്ളൊരെണ്ണം ഞാൻ വായിലോട്ട് ഇട്ട് തരാം. ഞാൻ ഒരിക്കലും പറയത്തില്ല കർത്താവേ അങ്ങ് എനിക്ക് തന്നെ ആരോഗ്യം കൊണ്ടും കാശുകൊണ്ടും ഞാൻ കള്ളും കുടിച്ച് ചിതേണ്ട നടക്കുന്നു. അത് അഭക്തൻ്റെ കാര്യമാണ്, ഞാൻ ഭക്തൻ്റെ കാര്യമാണ് പറയുന്നത്. കർത്താവേ അങ്ങ് തന്നതിൽ നിന്ന് അങ്ങോട്ട് തന്നു. അടുത്ത പടി ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു? പൗലോസിന് പറയാനുണ്ട്, എനിക്കുണ്ടായിരുന്നത് മുഴുവനും ഛേദമെന്നെ. അങ്ങ് തന്നതിൻ്റെ ഒരു ഭാഗമല്ല, എനിക്കുണ്ടായിരുന്നത് കംപ്ലീറ്റ്. എന്നെയും എനിക്കുള്ളതിനെയും തങ്ങളെയും തങ്ങളെ തന്നെയും തങ്ങൾക്കുള്ളതിനെയും ദൈവത്തിന് സമർപ്പിച്ചവരെ കർത്താവിനറിയാം. ഒന്നുകൂടെ വായിച്ചാട്ടെ അതേ വാക്യം. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്രഭിത്തിയാക്കി വെക്കും. ഞാൻ നിന്നെ ജനത്തിന് പ്രയോജനപ്പെടുത്തും. ഒരു ശത്രു ഇവിടെ കയറി ആക്രമിക്കാതെ ഞാൻ നിന്നെ താമ്രഭിത്തിയാക്കും. പിന്നെ അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. ജനം നിന്നോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും, ജയിക്കത്തില്ല. അവർ ജയിക്കത്തില്ല. ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ, ദൈവനാമത്തിൽ നിലനിൽക്കുന്ന ദൈവവൈതലേ, നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ആയുധം ഫലിക്കയില്ല, ഫലിക്കയില്ല. It shall not prosper. അത് ഫലിക്കയില്ല, അവർ ജയിക്കയില്ല. കാര്യം എന്നോട് കൂടെ ഒരുവനുണ്ട്, സൈന്യങ്ങളുടെ യഹോവ. ദൈവസഭയ്ക്ക് വിരോധമായി യുദ്ധം അഴിച്ചുവിടുന്ന അധർമ്മ ശക്തിയെ നീ ജയിക്കയില്ല. കാര്യം ദൈവസഭ ദൈവത്തിന്റെ വകയാ. അടുത്തപടി, ഞാനാണ് എൻ്റെ ജനത്തിന് താമ്രഭിത്തി. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം ഒന്നും ചെയ്യത്തില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ചിലരൊക്കെ എഴുന്നേറ്റ് പറയുന്നത്, ഒരുത്തനെ തല്ലാൻ രണ്ടുപേര് കൂടി വരുമ്പോഴാണ് വരുന്നത്, അവനെയോ ഞാൻ ജീവനോടിരിക്കുമ്പോൾ ഇല്ലടാ എൻ്റെ ശവത്തെ ചവിട്ടി അവനെ തല്ലിയാലേ ഉള്ളൂ, ഇല്ലേ നീ തൊടുകയില്ല. ഇന്ന് പകൽക്കാലം എൻ്റെ കർത്താവ് ഇറങ്ങി നിൽക്കുകയാ. ദുഷ്ട വ്യാപാര ശക്തികളെ എൻ്റെ വൈതലിനെ തൊടാനോ, ഞാൻ ജീവനോടിരിക്കുന്നിടത്തോളം താൻ എന്നും ജീവനോടിരിക്കുന്നവനാകയാൽ എന്നെ തൊടുകയില്ല. ഞാൻ ദൈവത്തിലേക്ക് മടങ്ങി വരികയാ. അതുപോലെ ഞാനും പറയേണ്ട, പിശാചേ എൻ്റെ സഭയെ തൊടാനോ, ഞാൻ ഉള്ളിടത്തോളമോ? ഓ ഗാഡ്, എൻ്റെ സമയം അങ്ങ് തീർന്നു പോയല്ലോ. ഞാൻ പറഞ്ഞ ഇറ്റ്സ് എ പ്രാക്ടിക്കൽ മെസ്സേജ്. എനിക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ എൻ്റെ ഹൃദയത്തോട് ഞാൻ ഇടപെടുകയാ. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ മെസ്സേജ്. ഞാൻ രഹസ്യം ചോർത്തിത്തരാം, ബലഹീനവശം പറഞ്ഞു തരാം. ഒന്ന് അറ്റാക്ക് ചെയ്യടാ പിശാചേ എന്ന് പറയുകയല്ല. ഇന്നവൻ ഇന്നതുപോലെയാ, സഭയുടെ അകത്ത് ഇന്ന പെശകൊണ്ട്, ഇന്നവന്റെ കുടുംബത്തിൽ ഇന്ന വീഴ്ചയുണ്ട്, ഞാൻ ബലഹീനവശം പറഞ്ഞു തരാം, പുറകിലത്തെ വാതിൽ തുറന്നു തരാം, കേറി വാന്ന് പറയുകയല്ല. ഞാൻ ജീവനോടിരിക്കുന്നിടത്തോളം എൻ്റെ സഹോദരനെ തൊടുവാൻ ഒരു ശത്രുവിനെ അനുവദിക്കുകയില്ല. ഞാൻ ദൈവസന്നിധിയുടെ സഭയ്ക്ക് വേണ്ടി ഒരു താമ്രമതിൽ, അത് ഞാൻ ദൈവത്തിന് ചെയ്തതാ, അത് ഞാൻ ദൈവത്തിന് ചെയ്തതാ. താനൊരു താമ്രമതിലാടോ സഹോദര, അങ്ങൊരു താമ്രമതിലാ. സഹോദരി, അങ്ങൊരു താമ്രമതിലാ. ഒരു ശത്രു ജയിക്കയില്ല. ഇന്ന് പകൽ ചില താമ്രമതിലുകളെ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം പണിതിരിക്കുകയാൽ സ്തോത്രം. കർത്താവിനെ ഏൽപ്പിച്ച അധികാരത്തിൽ നിന്നുകൊണ്ട് അന്ധകാര ശക്തികളോട് ഇന്ന് പകൽ ഞാൻ അറിയിക്കുകയാണ്, എന്റെ സഭയിലുള്ള ഓരോ ആത്മീയനും ഓരോ താമ്രഭിത്തിയാകയാൽ പിശാചേ നീ ജയിക്കയില്ല, നീ ജയിക്കയില്ല. നീ ഒരു താമ്രഭിത്തിയ മതില. പിന്നെ
നിന്നെ രക്ഷിപ്പാനും വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. മുമ്പേ പറഞ്ഞ് ഞാൻ നിന്നെ തള്ളിയിട്ടിരിക്കുക, ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുക, എനിക്ക് നിന്നെ ഒരു കാലത്തും വേണ്ട, നിന്നോട് ഞാൻ ദയ കാണിക്കത്തില്ല, നിന്നെ ഞാൻ നശിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇത് കേട്ട ഇസ്രായേലാണ് വന്ന് പറഞ്ഞു, പക്ഷെ കർത്താവേ എൻ്റെ നെറ്റിമേലുള്ള പേരൊന്ന് വായിച്ചേക്കണേ, അങ്ങയുടെ നാമമാ വിളിക്കപ്പെട്ടത്. ഹല്ലേലൂയ. എനിക്ക് അങ്ങയുടെ ഹൃദയം അറിയാം, അങ്ങ് ദീർഘക്ഷമയുള്ള ദൈവമാ. അപ്രമാണത്തിൽ നിന്ന് എന്നെ തള്ളരുതേ. ഞാൻ ഈ വചനം വായിച്ചേ, അത് എനിക്ക് ഡൈജസ്റ്റ് ചെയ്തേ, അതെനിക്ക് ഇഷ്ടമാണ്, ഞാൻ പാലിച്ചോളാം. അടുത്ത പറഞ്ഞു, കുഞ്ഞെ, ഓമന കുഞ്ഞെ തിരിച്ചു വാ. Praise the Lord. ഓമന കുഞ്ഞെ തിരിച്ചു വാ, ഞാൻ നിന്നെ കൊണ്ടു നടക്കാം. ഒരമ്മ തൻ പ്രസവിച്ച കുഞ്ഞിനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. ഇന്ന് മകൾ ദൈവത്തിന് ചിലത് ചെയ്യാനുണ്ട്. യേശുവിന്റെ നാമത്തില് ഒരു ദൈവക്രിയ നടക്കട്ടെ. വായിച്ചോ. ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുകയും നിഷ്കണ്ടകന്മാരുടെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുകയും ചെയ്യും. എന്തൊക്കെ മുമ്പേ എഴുതിയോ അതിന്റെ എല്ലാം മറുവശം രത്നച്ചുരുക്കത്തിൽ അങ്ങ് എഴുതി വെച്ചു. പക്ഷേ മുമ്പേ ഞാൻ പറഞ്ഞു നിർത്തിയ ഒരു വാക്യം വീണ്ടും പറഞ്ഞു നിർത്തട്ടെ. വീഴാതെ വണ്ണം സൂക്ഷിക്കുന്ന ഒരു ദൈവം, ഒരു പ്രമാണം എടുത്താൽ അതിൽ നിന്ന് മാറാതെ ഉറച്ചു നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ദൈവ പൈതലേ, ബട്ടൺ തെറ്റിച്ചിട്ടെങ്കിൽ അഴിക്കട, മൊത്തം അഴിക്ക്. ഒന്നാമത് ഇടേണ്ടത് ഒന്നാമത് അഴി. തെറ്റി പറ്റിയിടത്ത് മടങ്ങി വാ, കറക്റ്റ് ചെയ്യാൻ റെഡിയാകെ. യഹോവേ, ഞാൻ അനുദപിക്കുന്നു, എങ്കിലേക്ക് മടങ്ങി വരണമെന്ന് പറ. ഇന്ന് മകൾ സഹായിക്കുന്നവൻ ഇതിനകത്തുണ്ട്. എല്ലാ കണ്ണുകളും ഒന്ന് അടയട്ടെ, എല്ലാ കണ്ണുകളും ഒന്ന് അടയട്ടെ. നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ ദൈവത്തിങ്കൽ പുതുക്കിയെടുക്കാം, ദൈവവുമായുള്ള ബന്ധം പുതുക്കിയെടുക്കാം. ചോളം എന്ന് പറയുന്നൊരു ചെടിയുണ്ട്. ചോളം, ബേബി കോൺ. ബേബി കോൺ ചോളം എന്നല്ലേ എന്നെ വിളിക്കുന്നത്. അതിങ്ങോട്ട് പൊളിച്ചെടുക്കുമ്പോൾ അതിൻ്റെ അല്ലികൾ ലൈനായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. കർത്താവിനൊരു ബേബി കോൺ പൊളിച്ചിങ്ങോട്ട് കാണിക്കുന്നു. ചിലത് ഒരു പുതിയ ക്രമീകരണത്തിൽ വരികയാണ്. ഉപവാസ പ്രാർത്ഥനയുടെ റിസൾട്ട് കാണാൻ തുടങ്ങുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം മുമ്പിൽ ഇരുന്നതിൻ്റെ റിസൾട്ട് കാണാൻ തുടങ്ങുക. ദർ ഇസ് എ ഹെവി റീഅറേഞ്ചിങ്. വലിയത് മുതൽ ചെറിയത് വരെ പ്രോപ്പർ ഷേപ്പിൽ ക്രമത്തിൽ അടുക്കി വെച്ചതുപോലെ അമിനി റബ ഹജാസിയ അൽമ മജ റമ നക്കസിയ ലേബനെ വർധന കസിയാര തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ച് അറേഞ്ച് ചെയ്യേണ്ടതിന് എൻ്റെ ദൈവം റെഡിയാ. നമ്മെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ കർത്താവ് ചെയ്യട്ടെ. കർത്താവേ, ഞാൻ ഞങ്ങളുടെ ജനത്തെ ഒന്നുകൂടെ അനുഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഒരു ദൈവകൃപ പകരണമേ. സഭയുടെ വാതിലുകൾ ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ തുറക്കുന്നു. തീമതിലുകളാൽ അങ്ങിതിനെ സൂക്ഷിച്ചുകൊണ്ട് അകത്തേക്ക് കയറേണ്ട അർഹത ഉള്ളതിനെ അകത്തേക്ക് കൊണ്ടുവരേണ്ടതിന് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, ഒരു വലിയ മടങ്ങി വരവ് ജനത്തിന് കൽപ്പിക്കണമേ, ദേശത്തിന് കൽപ്പിക്കണമേ. ഞങ്ങൾ പട്ടണത്തെ അനുഗ്രഹിക്കുന്നു. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മൾ ഒരുമിച്ച് ചേർന്ന് പാടി സ്തോത്രാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ പാട്ടിങ്ങനെ പറയുന്നു: എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തൻ്റെ വചനം പോലെ ഞാൻ ചെയ്യും, തൻ്റെ വഴിയിൽ തന്നെ നടക്കും. കർത്താവിന്റെ ദാസൻ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയിൽ പറഞ്ഞതുപോലെ ജൂൺ മാസം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ മാസമാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആ അനുഗ്രഹത്തെ പിടിച്ചെടുത്തുകൊണ്ട് വിശ്വാസത്താൽ ഒരുമിച്ച് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ ദൈവത്താൽ, എൻ്റെ ദൈവത്താൽ. നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തെ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ
വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. അമ്മൻ എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. ജീവിത പങ്കാളിയും എന്റെ മക്കളും എന്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിയിടും താൻ. എന്റെ നന്മയ്ക്കായി അവൻ സമൃദ്ധി നൽകും, എന്നെ വിശുദ്ധ ജനമാക്കിയിടും താൻ. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. അവൻ വായ്പ വാങ്ങാൻ ഇടവരികയില്ല, കൊടുക്കുവാനോ ദൈവം സമൃദ്ധി നൽകും. ഉയർച്ചതനെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും ഞാൻ. ഉയർച്ചതനെ എന്നും പ്രാപിക്കും ഞാൻ, ഉന്നതങ്ങളിൽ എന്നെ മാനിക്കും താൻ. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നുമേ മുടങ്ങുകില്ല. എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം ഛിന്ന ഭിന്നമായി പോകും എന്റെ ദൈവത്താൽ. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. എന്റെ ആരോഗ്യം ദൈവദാനമല്ലോ, എൻ ശരീരവും അനുഗ്രഹിക്കപ്പെടും. അമ്മൻ എന്റെ ദൈവത്താൽ, എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. കർത്താവേ, ഈ ആഴ്ചത്തെ സഭായോഗത്തിൽ ഞങ്ങളോടുകൂടെ തിരുസാന്നിധ്യം ഇരുന്നതിനായി സ്തോത്രം. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന, ഒരുമിച്ച് പങ്കെടുത്ത, ഒരുമിച്ച് ആരാധിച്ച അങ്ങയുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. ശക്തവും വ്യക്തവുമായ ഒരു ദൈവകൃപ അവരോടുകൂടിയിരിക്കണേ. സമാധാനത്തോടെ ഞങ്ങളുടെ ജനത്തെ പറഞ്ഞയച്ചാലും ഈ ആഴ്ച മുഴുവനും അങ്ങയുടെ കാവൽ കൂടിയിരിക്കണം. വഴിയാത്രയിൽ മുഴുവനും ദൈവകാവൽ കാണണേ. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിൻ്റെ കാവലും കൂട്ടായ്മയും ഇന്നു മുതൽ എന്നേക്കും കർത്താവിൻ്റെ വരവ് വരെയും നമ്മോട് നമ്മോർത്ത് പ്രാർത്ഥിപ്പാൻ കടംപെട്ട എല്ലാ വിഷയങ്ങളോടുകൂടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.